നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ പേരിൽ സർക്കാർ ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കുകയാണോ? ആത്മഹത്യയിലേക്ക് തള്ളിവിടും വിധം കടുത്ത സമ്മർദ്ദം BLOമാർക്ക് നേരിടുന്നുണ്ടോ? സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാരെയാണ് BLOമാരായി നിയമിക്കുന്നത്. ഒരു വാർഡിലെ ശരാശരി 1500 വോട്ടർമാർക്ക് ഫോം നൽകി പൂരിപ്പിച്ച് തിരികെ വാങ്ങേണ്ടി വരും. രാവിലെ 9-നും വൈകിട്ട് 6-നും ഇടയിൽ കേരളത്തിലെ നല്ലൊരു ശതമാനം വീടുകളിലും ആളുണ്ടാവില്ല. പ്രായമേറിയ ആളുകളാവും വീട്ടിലുണ്ടെങ്കിലും പലപ്പോഴും അവരുടെ പക്കൽ ഈ വോട്ടർ ID കാർഡുകളോ ആധാർ കാർഡോ ഒന്നും ഉണ്ടാവുകയുമില്ല. സ്വാഭാവികമായും പലപ്പോഴും സ്വന്തം വീട്ടിലെ ജോലിയൊക്കെ മാറ്റിവെച്ച് രാവിലെയും വൈകുന്നേരവും സന്ധ്യയ്ക്കും രാത്രിയുമൊക്കെ ഇങ്ങനെ വീടുകൾ പോയി ആ വീടുകളിലെ ആളുകളെ ഫോം കണ്ട് അവർക്ക് ബോധ്യപ്പെടുത്തി അത് പൂരിപ്പിച്ച് അതിൻ്റെ ഒരു കോപ്പി മടക്കിയൊക്കെ വാങ്ങേണ്ടി വരും. സ്ത്രീകളായ BLOമാരാണ് ഇതിൽ ഏറ്റവും പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നത്. പലരും വീട്ടുകാരെയോ ബന്ധുക്കളെയോ ഒക്കെ കൂട്ടിയാണ് ഇങ്ങനെയൊക്കെ പോകുന്നത്. അങ്ങനെ വീട്ടിൽ അങ്ങനെ കൂട്ടിക്കൊണ്ടുപോകാൻ ആളും സമയവും ഇല്ലാത്ത ആളുകളാണെങ്കിൽ അത് അതിലേറെ പ്രയാസത്തിലേക്ക് നീങ്ങുകയും ഒക്കെ ചെയ്യും. പരിചയമില്ലാത്ത വീടുകളിലൊക്കെ ഒറ്റയ്ക്ക് സ്ത്രീകൾ കയറി ചെല്ലുമ്പോഴുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ ഇതിനൊക്കെ അപ്പുറം മറ്റു ചിലതുണ്ട്. ഒരാളെ പോലും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കില്ലെന്ന് ഉറപ്പാക്കി വേണം ഇത് പൂർത്തിയാക്കാനെന്നാണ് കർശനമായ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ഓരോ വീട്ടിലെയും ഓരോ വോട്ടർമാരുടെയും വിവരങ്ങളിലെ വ്യത്യാസവും തിരുത്തലുമടക്കം നല്ല പണി തന്നെയാണ്. അതും ഭാരിച്ച ഉത്തരവാദിത്തം തന്നെയാണ് BLOമാർക്കുള്ളത്. ഫോം നൽകാനും തിരിച്ചു വാങ്ങാനും ഒക്കെ ടാർഗറ്റ് നിശ്ചയിച്ച് ഉദ്യോഗസ്ഥരെ അതിസമ്മർദ്ദത്തിൽ ആക്കുകയാണ്. അനീഷ് ജോർജിൻ്റെ ആത്മഹത്യക്ക് കാരണം ഇതാണെന്ന് വീട്ടുകാർ പറയുന്നു. അങ്ങനെ അല്ല എന്ന് കളക്ടർ പറയുന്നു. അത് ആണെങ്കിലും അല്ലെങ്കിലും നിലവിൽ BLOമാർ നേരിടേണ്ടി വരുന്നത് കടുത്ത സമ്മർദ്ദമാണെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇങ്ങനെ ടാർഗറ്റ് നൽകി ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കി അവരെ സസ്പെൻഡ് ചെയ്യും എന്നൊക്കെ ഭീഷണിപ്പെടുത്തി നടപ്പാക്കേണ്ട ഒന്നാണോ SIR? ഇതിന് മാനുഷികമായ ചില മാറ്റങ്ങൾ ആവശ്യമല്ലേ? ഈ വിവരമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. തലശ്ശേരിയിൽ നിന്നും ദിവാകരനാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ ദിവാകരൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ BLOമാർക്ക് മേൽ വലിയ സമ്മർദ്ദമാണോ? അല്ല, ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു, അവരുടെ വീട്ടുകാരൊക്കെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ പറയുന്നു ഇങ്ങനെ ഒരു സമ്മർദ്ദം കൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്. ആത്മഹത്യ ഒന്നിനും പരിഹാരമൊന്നുമില്ല. പക്ഷേ പൊതുവേ BLOമാരെല്ലാം പറയുന്നത് അവരുടെ ജോലിഭാരം, ജോലി സമ്മർദ്ദം അത്രത്തോളം വലുതാണ് എന്നാണ്. അങ്ങനെ ഒരു ജോലി സമ്മർദ്ദം ഉണ്ടാക്കി പൂർത്തിയാക്കേണ്ട ഒന്നാണോ ഈ SIR? സാറേ, ഈ ജോലി ഭാരം ശരി തന്നെയാ. സമ്മർദ്ദം അവർക്ക് അഗാധമായിട്ട് സമ്മർദ്ദം ഏൽപ്പിക്കുന്നത്. എന്താ പറഞ്ഞാൽ കളക്ടർമാരുടെ തകരാറാ. അവര് AC റൂമിൽ എന്നിട്ട് IAS പാസ്സായി ഓർക്കൊന്നുമില്ല. ഇവര് വീടാന്തരം പാമ്പ്, അതീത്, നായ്ക്കള്, പിന്നെ അതുപോലെ വീട്ടുകാർ ഉണ്ടാവില്ല. ചെറിയാക്ക് എന്ത് പറഞ്ഞാലും തിരിയാതെ കൂട്ടം ഉണ്ടാവും. അപ്പൊ അവര് കഷ്ടപ്പെടുന്നതാണ്. എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇതെല്ലാം അവര് സെർച്ച് ചെയ്തിട്ട് കറക്റ്റ് ആക്കണ്ടേ. എന്നാ ഒരു കമ്പനി ആയിട്ട് ഒരു ഫോളോവർ ആയിട്ട് വേറൊരാളെയും കൂടി ആക്കുകയല്ലേ വേണ്ട. അതുമല്ല, ഇനിയിപ്പം നിയമസഭ രണ്ടും കൂടി ഒന്നിച്ച് ഇത് ഒന്ന് നെല്ലേ തിന്നാ മുള്ളും തിന്നു പറഞ്ഞ പോലെ അങ്ങനെയുള്ളത് ഇതല്ലേ. അപ്പം ഈ മാനസിക സമ്മർദ്ദം ഉണ്ടെങ്കിൽ അദ്ദേഹം ആ ജോലിന്ന് സാർ എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഒന്നിക്കൽ വിഡ്രോ ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും കമ്പനി ആയിട്ട് അയാളെ ഇതിൽ തൽക്കാലം ഏതെങ്കിലും ഒരാളെ ഒരു അദ്ദേഹത്തിനെ വാലി ആത്മീയമായിട്ട് ഒരാളെ കൂട്ടുക. ഇത് അതെല്ലാം ശരി തന്നെ, മാനസിക സമ്മർദ്ദം ഉണ്ട്. പക്ഷെ ഈ മരണം ഒരു കാലത്തും ഇതിന് പരിഹാരമല്ല. മരിക്കാൻ പാടില്ല. 4 അടി ബാക്കോട്ട് പോകുമ്പോൾ 16 അടി മുന്നോട്ട് പോകണം. മരിക്കുന്നത് വേഗം കഴിയും. എനിക്ക് ഒരു തൈ വളർത്തിക്കൊണ്ടുവരും, തെങ്ങായിക്കൊണ്ടുവരും, കുറെ കാലം പിടിക്കും, പെട്ടെന്ന് കൊത്തിയിടാം. പക്ഷെങ്കിൽ ഇത് കളക്ടറും ഈ ഗവൺമെന്റും എല്ലാം ചിന്തിക്കണം. അവര് കഷ്ടപ്പാട്. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ രാജേഷാണ് പയ്യന്നൂരിൽ നിന്നും. ശ്രീ രാജേഷ്, ഇങ്ങനെ ഒരു ദാരുണമായ വാർത്ത ഉണ്ടായത് കണ്ണൂർ ജില്ലയിൽ നിന്നാണ്. അതിന് വീട്ടുകാരും അവരൊക്കെ ഈ സമ്മർദ്ദമാണ് എന്ന് പറയുന്നു, കളക്ടർ പറയുന്നു അങ്ങനെയല്ല എന്നൊക്കെ. പക്ഷേ നമ്മളിതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഈ ആത്മഹത്യയുടെ കാരണം എന്തായാലും ഈ നിലവിൽ BLOമാർ അനുഭവിക്കേണ്ടി വരുന്നത് വലിയ സമ്മർദ്ദമാണെന്നാണ് ആ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ പറയുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ വലിയ സുരക്ഷാ ഭീഷണി കൂടി നേരിടേണ്ട അവസ്ഥയിലാണ്. ഇങ്ങനെയൊക്കെ ചെയ്ത് പൂർത്തിയാക്കേണ്ട ഒന്നാണോ ഈ SIR? ഞാൻ പയ്യന്നൂര് ഈ അനീഷ് ജോർജ് മരിച്ചെടുത്ത് തന്നെയാണ് ഉള്ള ആൾ തന്നെയാണ്. താങ്കളുടെ നേരിട്ട് അറിയുന്ന ആളാണോ അനീഷ് ജോർജിനെ? നേരിട്ട് അറിയുന്ന ആളാണ്. ചെറുപ്പം മുതലേ അറിയുന്ന ആളാണ്. തൊട്ടടുത്ത് തന്നെ ഉള്ളതാണല്ലേ? തൊട്ടടുത്തുള്ള ആൾ തന്നെയാണ് അനീഷ് ജോർജിന്. എനിക്ക് ശരിക്കും പറയുന്നതാണ്, അനീഷ് ജോർജിന്റെ അമ്മ എന്നെ പഠിപ്പിച്ച ടീച്ചറാണ്, മേരി ടീച്ചർ.
അതൊരു ടീച്ചറാണ്. ശരി. ഇത് മരിക്കാനുള്ള കാരണം ഇതിൽ 2-3 കാര്യങ്ങളുണ്ട് സാറേ. അങ്ങനെ ഈ പിന്നെ എല്ലാവർക്കും ഈ കാങ്കോല ആലപ്പുഴ പഞ്ചായത്ത്, കണ്ണൂർ ജില്ല, കാസർഗോഡ് ജില്ലയെ കുറിച്ചുള്ള ചരിത്രങ്ങൾ ഇല്ല. കാരണം രാഷ്ട്രീയപരമായിട്ട് ഇവിടെ CPM-ന് വല്ലാതെ അക്രമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ വല്ലാതെ ഇവർക്ക് പ്രഷർ വല്ലാതെ ഉണ്ട്. ഇപ്പം ഇത് പറഞ്ഞതെന്ന് വെച്ചാല് തൊട്ട അയൽവക്കത്തുള്ള ഒരു ആളെയാണ് കൂട്ടിക്കൊണ്ടുപോയത്. ആ കൂട്ടിക്കൊണ്ട് കോൺഗ്രസിന്റെ ആളാണ്. കോൺഗ്രസിന്റെ ആളെന്ന് വെച്ചാൽ ഇവർ കളിക്കൂട്ടുകാരാണ്, ഒരേ പള്ളിയിൽ പോകുന്നവരാണ്. അപ്പൊ രാഷ്ട്രീയ ബേസിലൊന്നല്ല ഇത് കൂട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ പോയപ്പോഴാണ് അവിടെ ഒരു പിന്നെ സംസാര വിഷയം വന്നത്. പിന്നെ രണ്ടാമത് ഉള്ളതെന്ന് വെച്ചാൽ ആ ഏരിയയിൽ തന്നെ കുറച്ച് അന്യ സംസ്ഥാന തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നവർ നേരത്തെ മുതലേ താമസമുണ്ട്. അപ്പൊ അവർക്ക് അവിടെ വോട്ടുണ്ട്. ആ വോട്ട് ഇവൻ അന്വേഷിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ അവരെ ശരിയായ ഒരു വോട്ടല്ല, അത് തള്ളാനുള്ള സാധ്യതയുണ്ട് എന്ന് പുറത്ത് റിപ്പോർട്ട് വന്നിരുന്നു ഇവന്റെ നേതൃത്വത്തിൽ തന്നെ. ആ റിപ്പോർട്ട് വരുമ്പോൾ വെച്ചാൽ ഇത് 1ാം വാർഡ് എന്ന് വെച്ചാൽ കുറച്ച് ഈ പ്രാവശ്യം വാർഡ് തെരഞ്ഞെടുപ്പിലായാലും അടുത്ത പ്രാവശ്യമായാലും ഇത് ഒരു ടൈറ്റ് മത്സരം വരുന്ന ഒരു വാർഡും കൂടിയാണ്. അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ ഈ വല്ലാത്ത സമ്മർദ്ദമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇവർ ഭീഷണിപ്പെടുത്തി ഇതിനെ വോട്ട് നേടുക എന്നുള്ളതാണ്. എല്ലാവർക്കും മനസ്സിലാവില്ല ഈ നാട്ടിലെ പ്രശ്നം. കാരണം താങ്കൾ പറഞ്ഞത് അവിടെ കടുത്ത മത്സരം നടക്കുന്ന സ്ഥലമാണെന്ന് പറയുന്നു. നേരത്തെ പറഞ്ഞത് അവിടെ ഒരു പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലമാണെന്ന്. അതെ, അങ്ങനെയല്ല. ഈ പ്രാവശ്യം കുറച്ച് മാർക്സിസ്റ്റുകാർ തന്നെ ഇവർക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു ലാറ്റക്സ് കമ്പനിയൊക്കെ വന്നിട്ട് അതിനെതിരെ ഉള്ള ഒരു പ്രക്ഷോഭം, മാർക്സിസ്റ്റുകാരനെ പാർട്ടിക്കാരനെ സാമ്പത്തികം മേടിച്ചുകൊണ്ട് അതിന് സപ്പോർട്ട് ചെയ്യുക, കാങ്കോല ആലപ്പുഴ പഞ്ചായത്ത് അതിന് ലൈസൻസ് കൊടുക്കുക, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ ഇതിനെതിരെ ഇവര് വന്ന് ഭീഷണിപ്പെടുത്തുക. ഞാനൊരു ഉദാഹരണം പറയാം. ഇവിടെ ഭീഷണിപ്പെടുത്തിയ എനിക്കറിയാം, ഭീഷണിപ്പെടുത്തുന്ന ആളെ എനിക്കറിയാം. കാരണം എന്ന് വെച്ചാല് ആ ആളാണ് ഇവിടെ എല്ലാത്തിനും വന്ന് ഭീഷണിപ്പെടുത്തുന്നത്. ആ പരിസരത്ത് തന്നെ ആരാണ് അങ്ങനെ താങ്കൾക്ക് അറിയാമെങ്കിൽ ആ പേര് പറയുന്നതിന് തടസ്സമില്ലല്ലോ. ഇല്ലില്ല, ഞാനത് എനിക്കും നാട്ടിൽ ജീവിക്കാനാണ്. അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഈ കോൺഗ്രസ്സുകാര് ഇപ്പൊ ഇവർക്ക് ഇങ്ങനെയുള്ളവരുടെ പേരുകൾ പരസ്യമായി പറയാൻ തയ്യാറാവുകയാണ് വേണ്ടത്. അവരൊക്കെ നിയമത്തിന് മുന്നിൽ താങ്കൾ പറഞ്ഞത് ശരിയാണെങ്കിൽ അങ്ങനെയുള്ളവരെ നിയമത്തിന് മുന്നിൽ തന്നെ എത്തിക്കണം. സാറേ, ഞാൻ ഒരു കാര്യം പറയാം. ഇന്ന് ഈ പറഞ്ഞ കോൺഗ്രസ്സുകാർ പോലും ഇത് ഡിജിറ്റൽ തെളിവടക്കം പുറത്തു വിടാൻ സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ ഇവർക്ക് ജീവിക്കേണ്ടതാണ്. ഇവിടെ സാർ അറിയോ, ഇവിടെ ടാർ ചെയ്തിട്ട് അത് 2-3 ആഴ്ചയായി അത് ഉദ്ഘാടനം ചെയ്തില്ല. അപ്പോൾ ഒരാള് ആ വഴി കൂടെ അവന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി അത്യാവശ്യമായിട്ട് പോയി, ബൈക്ക് എടുത്ത് പോയാൽ അവനെ അന്ന് രാത്രി അവനെ തല്ലിയവനാ, വീട്ടിൽ കയറി തല്ലിയവനാണ്. കാരണം ഉദ്ഘാടനം കഴിയാത്ത റോഡിൽ കൂടെ വണ്ടി പോയി എന്ന് പറഞ്ഞിട്ട്. അറിയാം, അങ്ങനത്തെ സ്ഥലമാണ് ഇത്. ഇവിടുന്നല്ല, ഈ ഇവർ കൊട്ടേഷൻ ടീമൊക്കെ പുറത്തുനിന്ന് വരുന്നവരാണ്. ചീറ്റ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഇവിടെ. ആ സ്ഥലത്ത് നിന്ന് കണ്ണൂർ ജില്ലയിൽ ഇവിടെ ഈ കരിവള്ളൂർ പെരളം അവിടെ ഭാഗത്ത് ചീറ്റ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്ന് കൊട്ടേഷൻ ടീമിനെ വന്ന് ഇവിടെ കൊണ്ടിറക്കി. അവരാണ് ഒരു 10 വർഷം മുമ്പ് ഒരു BJP പ്രവർത്തകൻ ഇവിടെ പിന്നെ കൊടി ഉയർത്തിയതിന് അയാളെ കാല് വെട്ടിയ ആൾക്കാരാണ് ഇവര്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും നമുക്ക് പുറത്തു പറയാൻ രാജേഷ്, ഏത് പാർട്ടിക്കാരായാലും ഇത്തരം ഗുണ്ടായുസം കാണിക്കുന്നെങ്കിൽ അവർക്കെതിരെ അതിശക്തമായി തന്നെ നിയമ നടപടികൾ സ്വീകരിക്കുകയും നിയമത്തിന്റെ വഴിയിൽ തന്നെ ഇവരെ നേരിടുകയും ഒക്കെ അല്ലേ വേണ്ടത്? നിയമത്തിന്റെ മുന്നിൽ നമുക്ക് നിയമം എന്നത് നമുക്ക് എപ്പോഴും സപ്പോർട്ടായിട്ട് നിൽക്കില്ല. നമുക്ക് വീട്ടിൽ നിൽക്കേണ്ട ആളാണ്. നമ്മളെ വീട്ടുകാരെ ആക്രമിക്കും. ഞാൻ ചോദിക്കട്ടെ, ഇവരെ ഹർത്താൽ വരുമ്പോൾ ഒരാൾ ഒരു 300 മരം ടാപ്പ് ചെയ്ത് ഇട്ടേന് അയാളെ 300 മരത്തിൽ പാലും കളഞ്ഞ് റബ്ബറും ചിരട്ടയും എല്ലാം വെട്ടിമുറിച്ച് 10-500 വാഴയുണ്ടായത് വെട്ടിമുറിച്ചു. ഇവർക്കെതിരെ ആരെന്ത് സംസാരിച്ചു കഴിഞ്ഞാലും ഇവര് പിന്നെ അവരെ ഇന്നലെയല്ല ഞാൻ പറയുന്നത്. അങ്ങനെ അക്രമം ഉള്ള ഒരു സ്ഥലമാണ് ഈ കാങ്കോല ആലപ്പുഴ പഞ്ചായത്ത്. ഇപ്പൊ ഇന്നലെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, ഇത്രയും വാഴക്കൊട്ടികളെ സംഭവം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കേരളത്തിൽ അത് വലിയ വാർത്തയാവുകയും ഒക്കെ ചെയ്യില്ലേ? സാറ്, ഇവിടെ ഇതൊക്കെ ഉള്ളതാണ്. ഒരാളും വാർത്തയിൽ പറയൂല, ആരും ഇത് പേടിച്ചിട്ട് ഒന്നും പറയില്ല. അതാണ് അവസ്ഥ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ രാജേഷ്, അങ്ങനെ ഒരു സ്ഥലമുണ്ടോ? അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടാവുമെങ്കിൽ സ്വാഭാവികമായും ആരെങ്കിലും സ്വന്തം മൊബൈലിലെങ്കിലും എടുത്തു കൊടുത്ത് അത് വാർത്തയാക്കി, കേരളത്തിലെ എത്രയോ മാധ്യമങ്ങളുണ്ട്, വാർത്തയാക്കി അത് വലിയ വിഷയമാകില്ലേ? സാർ, അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാ പറയുന്നത്. ഇവിടെയുള്ള ഒരു വേറൊരു രാഷ്ട്രീയ കാരണം എന്ന് വെച്ചാൽ നേരത്തെ ഇവിടുത്തെ ഒന്നും ബൂത്തിൽ കോൺഗ്രസ്സുകാർക്ക് ഇരിക്കാനാവില്ല. അവിടുത്തെ നായ്ക്കൂർന്ന പൊടിയിടും. കോൺഗ്രസ്സുകാരൻ ബൂത്ത് ഏജന്റായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ അവന്റെ ജനനേന്ദ്രിയം വരെ പിടിച്ച് തിരിച്ച ആൾക്കാരുണ്ട് ഇവിടെ, പാർട്ടിക്കാര്. അറിയോ, അങ്ങനത്തെ ഒരു ഗ്രാമമാണ്. നിങ്ങൾക്കറിയില്ല. ബാക്കിയുള്ളവർക്ക് എങ്ങനെങ്കിലും ജീവിച്ചു. ഒരു BJP പ്രവർത്തകന്റെ കയ്യിൽ ബാഗ് കെട്ടിയിട്ട് അവൻ പോയി കഴിഞ്ഞാൽ അവനെ അന്ന് പൊക്കും. അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. നിങ്ങൾക്കൊന്നും ഈ മാധ്യമങ്ങളിലിരുന്നോ ഇല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലിരുന്നോ പറയുന്നവർക്ക് പോലെയല്ല.
ഇന്നലെ ഇപ്പം കാങ്കോലാലപ്പടമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഞാൻ ഇവിടെയൊക്കെ വന്ന് ഞാൻ ഇവിടെ ജോർജ് മാഷെ രാജേഷ് ഏതെങ്കിലും പാർട്ടിയുടെ പ്രവർത്തകനാണോ? ഒരു പാർട്ടിയിലും പ്രവർത്തനമല്ല. എനിക്ക് ശരി, ശ്രീ രാജേഷ്, അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത്തരം കാര്യങ്ങളൊക്കെ പുറത്തറിയിക്കുകയാണ് വേണ്ടത്. കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ എന്തായാലും അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും മാധ്യമങ്ങളെല്ലാം നൽകും. അത് കഴിഞ്ഞാൽ നിയമ നടപടികളിലേക്ക് പോയാൽ കുറെ കൂടി എളുപ്പമാവും. അത് ചെയ്യണം, അത് അങ്ങനെ ചെയ്യണമെന്ന് തന്നെയാണ് പറയുന്നത്. ഏത് പാർട്ടിക്കാരൻ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും അങ്ങനെ ഈ നാട്ടിൽ ഗുണ്ടായിസം കാണിക്കാൻ ആർക്കും അവകാശമില്ല. സാറ് ഇവിടെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാധ്യമങ്ങൾക്കും നിയമങ്ങൾക്കും പോലീസിനും എത്ര നാൾ സുരക്ഷ തരാൻ പറ്റും? ഇവിടുന്ന് ഒരു അങ്ങനെ ഭയപ്പെടുത്തി മനുഷ്യരെയൊക്കെ നിർത്താൻ കഴിയുമോ ശ്രീ രാജേഷ്? അങ്ങനെ ഒരു നിശ്ചിത കാലത്തിനപ്പുറം ആളുകൾ ഇതൊക്കെ പുറത്തു വിട്ടു കഴിഞ്ഞാൽ അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്ക് ഉത്തരവാദിത്തം പറയേണ്ടി വരില്ലേ? സാർ, നിങ്ങൾക്ക് പ്രശ്നം കാരണം ഒരാള് എന്നെ തല്ലി എന്ന് പറഞ്ഞ് ഒരാള് അത് സാക്ഷി പറയാൻ പോലും നിൽക്കില്ല. കാരണം നാളെ അവൻ ഇവിടെ ജീവിക്കണം. ശരി, ഓക്കെ. ശ്രീ രാജേഷാണ് പയ്യന്നൂരിൽ നിന്നും സംസാരിച്ചത്. ഇത്തരം കാര്യങ്ങൾ ഏത് പാർട്ടിയായാലും ഗുണ്ടായിസം കാണിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഭരിക്കുന്ന പാർട്ടി കാണിച്ചാൽ കാര്യങ്ങളൊക്കെ പുറത്തു വരികയും അത്തരം കാര്യങ്ങളിൽ നിയമ നടപടികൾ ഉണ്ടാവുകയും ശക്തമായ ഇടപെടലുകൾ ഉണ്ടാവുകയും ഒക്കെ വേണ്ടതാണ്. അതങ്ങനെ ആരെയും ഭയന്ന് ജീവിക്കേണ്ടവരല്ല ഒരു പൗരനും. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, ഈ SIR പേരിൽ BLOമാർ അനുഭവിക്കേണ്ടി വരുന്നത് തീവ്രമായ മാനസിക സമ്മർദ്ദമാണെന്ന പരാതി വ്യാപകമായി വരുന്നു. അങ്ങനെ ഉദ്യോഗസ്ഥരെ സമ്മർദ്ദപ്പെടുത്തി ഭീഷണിപ്പെടുത്തി നടപ്പാക്കേണ്ട ഒന്നാണോ ഈ SIR? സാർ നമസ്കാരം. നമസ്കാരം. കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ മാത്രമല്ലല്ലോ സാർ BLOമാർ പ്രവർത്തിക്കുന്നത്. ഈ പയ്യന്നൂർ മാത്രമല്ലല്ലോ, കേരളത്തിലെ ബാക്കി സാറിപ്പോ ഒരുപാട് നിഷേധിക്കുന്ന കേട്ടു ആ സുഹൃത്ത് പറയുന്നത്. ഞാൻ വടകരയിൽ ജീവിക്കുന്ന എനക്കുണ്ട് സാർ അനുഭവം, ഇവരുടെ തിട്ടൂരം. അപ്പൊ അതൊന്നും ഈ കണ്ണൂർ ജില്ലയിൽ BLO മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാനസികമായിട്ട് ഈ സംഗതി ഉദ്ദേശിച്ചതാണ്. കാരണം ബാലകൃഷ്ണൻ വടകരയിൽ കഴിഞ്ഞ 2 തവണ ജയിച്ചത്, പാർലമെന്റിലേക്ക് ജയിച്ചത് ഏത് പാർട്ടിക്കാരാണ്? സാറ് ഒന്നാമത്തേൽ എന്താണെന്നറിയോ, സാറിനോട് ഞാൻ ദയവായിട്ട് അപേക്ഷിക്കുന്നത്, ഈ ന്യൂസ് 18 താങ്കൾ ഇവർക്ക് PR പണിയെടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ പൊതുവേദിയിൽ പ്രതികരിക്കാൻ താങ്കൾ ദയവായിട്ട് അനുവദിക്കണം. ഞാൻ 2-3 പ്രാവശ്യമായി സാറിനോട് എന്റെ പ്രദേശത്ത് എന്റെ അനുഭവമാണ് പറയുന്നത്. താങ്കൾ ഒരു കാര്യം ചെയ്യൂ, അപ്പോഴെല്ലാം അംഗീകരിക്കണം. വടകര എന്ന് പറയുന്ന സ്ഥലം കോൺഗ്രസിന്റെ MP മാർ കഴിഞ്ഞ 2-3 തവണയായി ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം. അങ്ങനെ ഒരു സ്ഥലത്ത് അതുപോലെയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ അതെല്ലാം കേട്ടുകൊണ്ടിരിക്കണം. ഞങ്ങളും എല്ലാം ഈ വടകരയൊക്കെ വന്നിട്ടുള്ള ആളുകളാണ്. അവിടെയൊക്കെ CPM-നെതിരെ പ്രതികരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ അത്ര ശേഷിയൊക്കെ CPM-നുണ്ടായിരുന്നെങ്കിൽ അവരുടെ പാർട്ടിക്കാരെയൊക്കെ ജയിപ്പിച്ചേനല്ലോ. അതൊന്നും കഴിയുന്നില്ലല്ലോ. അപ്പൊ അവിടെ മറ്റു പാർട്ടിക്കാരും ഇല്ലേ? താങ്കളുടെ പാർട്ടിക്കാരൊന്നും അവിടെ ഇല്ലേ? BJP-കാർ അവിടെ ഇല്ലേ? സാർ ഒരു കാര്യം ചെയ്യും, സാറ് പ്രതികരിക്കുവാൻ 1 മിനിറ്റാണ്, 1 മിനിറ്റ് അനുവദിക്കണം. താങ്കൾ പ്രതികരിക്കുന്നതിന് 1-ാമത്തെ മിനിറ്റ് മുതൽ താങ്കൾ കള്ളം പറഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് അംഗീകരിക്കാൻ കഴിയും. താങ്കൾക്ക് PR വർക്ക് ചെയ്യണമെങ്കിൽ താങ്കൾ അങ്ങനെ PR വർക്ക് ഏറ്റെടുത്തുകൊണ്ട് താങ്കൾ PR വർക്കല്ല, കള്ളം പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും ഇങ്ങനെയാണ് ഓരോ തെറ്റായ പ്രസ്താവനകൾ നടത്തും. അവിടെ ഇടപെടേണ്ടി വരും. താങ്കൾ എപ്പോഴും ഇടതുപക്ഷ പാർട്ടികൾക്ക് വേണ്ടി അത് ഇടപെടേണ്ടി വരും. കള്ളം പറഞ്ഞാൽ ഇടപെടേണ്ടി വരില്ലേ? നടക്കാൻ ശ്രമിക്കുന്നുണ്ട്. വടകരയിൽ എനിക്ക് സാറ് പരിഹാരം ഉണ്ടാക്കി തരുവാ. വടകരയിൽ എന്താണ് പ്രശ്നം? പറയൂ. സാറ് പരിഹാരം ഉണ്ടാക്കി തരുവാ എനിക്ക്. താങ്കൾ പറയൂ വടകരയിൽ എന്താ പ്രശ്നം? നാട്ടുകാർ കേൾക്കട്ടെ. അങ്ങനെ വടകരക്കാര് ബാലകൃഷ്ണൻ മാത്രമല്ല, ഒരുപാട് വടകരക്കാർ ഉണ്ടല്ലോ. ഞാൻ തരാം തെളിവ്. സാർ താങ്കൾ തെളിവൊന്നും തരണ്ട. താങ്കൾ പറയൂ. വടകരക്കാർ ഒരുപാട് പേരുണ്ടല്ലോ, അവരൊക്കെ കേൾക്കട്ടെ. PR വർക്ക് ചെയ്യാൻ ഞങ്ങൾ പ്രതികരിക്കാൻ അവസരം തന്നാൽ പ്രതികരിക്കണം. ന്യൂസ് 18 തരുന്നതാണ്. ന്യൂസ് 18 ഇനി ഇടതുപക്ഷത്തിലും PR വർക്കാ ചെയ്യുന്നെങ്കിൽ താങ്കൾ അങ്ങനെ എന്ത് വേണമെങ്കിലും പറഞ്ഞു. താങ്കൾ BJP-ക്ക് വേണ്ടി പറയുന്ന തെറ്റായ പ്രസ്താവനകൾ BJP രാഷ്ട്രീയം താങ്കൾക്ക് പറയാം, ഒരു തടസ്സവുമില്ല. പക്ഷെ തെറ്റായ പ്രസ്താവനകൾ പറഞ്ഞാൽ അതിൽ ഇടപെടേണ്ടി വരും. അതിൽ സംശയമൊന്നുമില്ല ബാലകൃഷ്ണൻ. താങ്കൾ പറഞ്ഞോളൂ, ഞാൻ അവസരം തന്നല്ലേ, താങ്കൾ പറഞ്ഞോളൂ. വടകരക്കാർ കേട്ടിട്ട് അവർ തീരുമാനിക്കട്ടെ താങ്കൾ പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്ന്. കണ്ണൂർ ജില്ലയിൽ ഒരു പാർട്ടി തിട്ടൂരുള്ള ഗ്രാമത്തിലുള്ള ഒരു വ്യക്തിയാണ് വിളിച്ചു പറഞ്ഞത് താങ്കൾ വടകരയിലെ കാര്യം പറയും. താങ്കൾ ഒരു കാര്യം ചെയ്യൂ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തിട്ടൂർ നടക്കുന്ന ജില്ലകളിൽ BLO വടകരയിലെ കാര്യം പറയൂ. താങ്കൾ വടകരയിൽ എന്തോ നടക്കുന്നല്ലേ പറഞ്ഞ വടകരയിലെ കാര്യം താങ്കൾ പറയൂ. ഒരു സുഹൃത്തിനെ വിടൂ. വേണ്ട, താങ്കൾ ഞാൻ അദ്ദേഹവുമായി എത്ര നേരം സംസാരിച്ചു, ദീർഘമായി സംസാരിച്ചില്ലേ? അവിടെയൊന്നും തർക്കം ഉണ്ടായില്ലല്ലോ. താങ്കൾ വടകരയിലെ കാര്യം പറയും കൃത്യമായി. വടകര നടക്കുമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ താങ്കൾ പിൻവലിക്കും. അങ്ങനെ നടക്കൂല. അദ്ദേഹം പറഞ്ഞത് താങ്കൾ ഇടപെടേണ്ട. താങ്കൾ സ്വന്തമായി പറഞ്ഞ കാര്യം വടകരയെ കുറിച്ച് താങ്കൾ പറഞ്ഞ കള്ളം സ്ഥാപിക്കണമെങ്കിൽ താങ്കൾ പറഞ്ഞോളൂ. നടപ്പാക്കുന്നുണ്ട്. സാറിന്റെ ചാനൽ ആർജവുണ്ടെങ്കിൽ ശരി, ഓക്കെ. ഞങ്ങളുടെ ആർജവത്തെ കുറിച്ച് ബാലകൃഷ്ണൻ സ്ഥിരമായി ആർജവത്തെ കുറിച്ചൊന്നും പരിശോധിക്കേണ്ട. ബാലകൃഷ്ണൻ വടകരയിൽ നടക്കുന്ന അങ്ങനെയാണെന്ന് പറയാൻ ബാലകൃഷ്ണന് കള്ളമല്ല പറയുന്നത്. ഞാൻ അവസരം തന്നില്ലേ, പറഞ്ഞോളൂ. നടപ്പാക്കിയാലും എന്താക്കിയാലും SIR നടപ്പാക്കിയിരിക്കും. താങ്കൾക്ക് അതൊക്കെയാണ് പറയേണ്ട. അല്ല, താങ്കൾക്ക് നേരത്തെ പറഞ്ഞ വടകരയിൽ ഇങ്ങനെ നടക്കുന്നു പറഞ്ഞ കാര്യം ശുദ്ധ പച്ച കള്ളമാണ് എന്നുള്ളതല്ലേ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. താങ്കൾ ഞങ്ങളെ വിളിച്ചിട്ട് തിട്ടൂരം വേണ്ട.
ശരി, ഓക്കെ ബാലകൃഷ്ണൻ. ബാലകൃഷ്ണൻ സ്ഥിരമായി ഇങ്ങനെയാണ്. ബാലകൃഷ്ണൻ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട കാര്യം പറയില്ല. വടകരയിൽ അങ്ങനെയാണ് എന്ന് പറഞ്ഞു. അതാണ് ഞാൻ ചോദിച്ചത്. വടകരയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 തവണയും ലോക്സഭയിലടക്കം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച സ്ഥലമാണ്. മറ്റ് കണ്ണൂരിലെ ഒരു ഗ്രാമത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് നമ്മൾ കേട്ടുകൊണ്ടിരുന്ന, അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെതിരെ പരാതിപ്പെടണം, അതിനെതിരെ തന്നെയാണ് നമ്മളും പ്രതികരിച്ചത്. അപ്പോൾ അതുപോലെയാണ് വടകരയാകെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശ്രീ ബാലകൃഷ്ണൻ ശരിയാവുക? അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അത്തരം വേറെ ഇതിലേക്ക് പോവുക. തൊട്ടു പിന്നാലെ അദ്ദേഹം പോകുന്നത് മറ്റു വിഷയത്തിലേക്കുമാണ്. ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ പ്രദീപ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ, അത്രത്തോളം സമ്മർദ്ദം നേരിടേണ്ടി വരുന്നുണ്ടോ ഈ BLOമാർ? പണി ശരിക്കും നടക്കുന്നുണ്ട്, നന്നായിട്ടുണ്ട്. കാരണം അത് മാത്രം എനിക്ക് പാർട്ടിയുടെ വിഷയം, എനിക്ക് ആ സ്ഥലം പിണറായി ആ സ്ഥലം കരിവള്ളൂർ തന്നിട്ട് അറിയാവുന്ന സ്ഥലം. ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് 5 വർഷം. അത് പാർട്ടിക്ക് ഇത്തിരി സെറ്റപ്പുള്ള സ്ഥലമാണ്. ചുമ്മാ അവിടെ ചെന്ന് കളിച്ചാൽ അടി മേടിക്കും. നമ്മളൊക്കെ ചെന്ന് ഒന്നാമത് പരിചയമില്ലാത്ത ചെന്ന് കഴിഞ്ഞാൽ അവരെ അത് നോട്ടോടും. അങ്ങനെ പ്രത്യേക സ്ഥലമാണ്. അത് വേറൊരു കേസുമുണ്ട്. ഇതൊക്കെ പഞ്ചായത്തിലെയും വില്ലേജ് ഓഫീസിലെ സ്റ്റാഫൊക്കെ അല്ലേ ഇവിടെ പണിയെടുക്കണേ ഈ BLOമാരായിട്ട്, അല്ലേ? അതെ, സർക്കാർ ഉദ്യോഗസ്ഥരും അർദ്ധ സർക്കാർ ഉദ്യോഗസ്ഥരുമാണ് BLOമാരാണ്. നമ്മളൊരു കാര്യത്തിന് അവരുടെ അടുത്ത് നോക്കി ഒരു ഓഫീസിൽ കയറി എത്ര ദിവസം നാളെ വാങ്ങാൻ പറഞ്ഞു പറഞ്ഞാൽ അതും അവരോടൊക്കെ നോക്കണം. താങ്കൾ പറഞ്ഞത് ശരിയാണ്. പലപ്പോഴും സർക്കാർ ഉദ്യോഗസ്ഥരുടെ ന്യായമായ പ്രശ്നങ്ങൾക്ക് പോലും ആളുകൾ എതിര് നിൽക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം സർക്കാർ ഉദ്യോഗസ്ഥരിൽ ഒരു വിഭാഗമെങ്കിലും ഇപ്പോഴും അവിടെ ചെല്ലുന്ന സാധാരണക്കാരായ മനുഷ്യരോട് മാന്യമായി പെരുമാറുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവമായ വിഷയം തന്നെയാണ്. താങ്കൾ ഒരു മാസം അനുഭവിച്ചാൽ പോരെ, ഇത് വർഷങ്ങളിൽ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ഇവരും അത് പഠിക്കട്ടെ. അതുകൊണ്ട് അത് തന്നെ പറയണ്ടേ. ശരി പ്രതിഭേ, നമ്മളോട് ഇങ്ങോട്ട് അങ്ങനെ ചെയ്യുന്നത് നോക്കിയല്ല, നമ്മൾ തിരിച്ച് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതിൽ അതിൻ്റെ ന്യായത്തിൽ നിൽക്കണം. താങ്കളുടെ വികാരം എനിക്ക് മനസ്സിലാവുന്നു. പലപ്പോഴും ജനങ്ങൾ അങ്ങനെ പറയാനുള്ളൊരു കാരണം ഉദ്യോഗസ്ഥരിൽ ഒരു വിഭാഗമെങ്കിലും അവിടെ ചെല്ലുന്ന സാധാരണക്കാരായ മനുഷ്യരോട്, മഹാഭൂരിപക്ഷ ഉദ്യോഗസ്ഥരും അങ്ങനെയല്ല, പക്ഷേ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ഇപ്പോഴും അങ്ങനെയാണ്. അവരോട് മോശമായ രീതിയിൽ ഇടപെടുകയും അധികാരത്തിൻ്റെ ധാർഷ്ട്യം പലപ്പോഴും കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഉദ്യോഗസ്ഥർ വ്യാപകമായിട്ടുണ്ട്. അതുകൊണ്ടാണ് സാധാരണ ജനങ്ങൾക്ക് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അവരനുഭവിക്കട്ടെ എന്നൊക്കെ പറയേണ്ടി വരുന്നത് എന്നതുകൂടി ഉദ്യോഗസ്ഥരും ഉദ്യോഗസ്ഥരുടെ സംഘടനകളും ഒക്കെ അറിയേണ്ട കാര്യമാണ്. ശ്രീ രതീഷാണ് എറണാകുളത്ത് നിന്നും. ശ്രീ രതീഷ്, ഈ BLOമാർ നേരിടുന്ന ഒരു സമ്മർദ്ദം, അത് അങ്ങനെ ഇത്ര കടുത്ത ടാർഗറ്റൊക്കെ കൊടുത്ത് കടുത്ത പണിയൊക്കെ ചെയ്ത് ഭീഷണിപ്പെടുത്തി അങ്ങനെ നടപ്പാക്കേണ്ട ഒന്നാണോ ഈ SIR? പറഞ്ഞോളൂ. അപ്പൊ ഞാൻ പറയാനുള്ളത്, ഞാൻ ഇപ്പൊ ലോഡിംഗ് പണി കഴിഞ്ഞ് വന്ന് ഇങ്ങോട്ട് കയറുള്ളൂ, വീട്ടിലേക്ക് കയറണുള്ളൂ. അപ്പൊ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വിളിച്ചു തന്നിരുന്നു കൊച്ച്. അപ്പൊ ഈ ലോഡിംഗ് പണി കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വന്ന് ഈ പണി തടിയൊക്കെ ചോന്നിട്ടേ എനിക്ക് ആകെ പാടാണെന്നും പറഞ്ഞ് ഞാനിവിടെ കിടന്ന് ആത്മഹത്യ ചെയ്ത് എത്ര പേര് സമരത്തിന് വേണ്ടി ഇറങ്ങും? പണിയെടുത്തല്ല കാശിട്ടുള്ളൂ. ഇവർക്ക് കിട്ടുന്ന കാശും ശമ്പളവും കാര്യങ്ങളും ഇവരുടെ ജോലി, അലവൻസ്, ബോണസ് ഇതൊക്കെ ഉണ്ടല്ലോ. ഇവർക്ക് പണിയെടുക്കാൻ പാടാണ് എന്നും പറഞ്ഞ് ഇരിക്കുന്ന ഒരു നേതൃത്വമാണോ? അതിനുവേണ്ടി സമരത്തിന് വേണ്ടി ഒരു ദിവസം പണിയെടുക്കാതെ പോകുന്നു. ഒരു ദിവസം അവർ പണിയെടുക്കാതെ സമരത്തിന് വേണ്ടി പണിക്കെടുക്കുകയാണ്. അപ്പൊ അതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണ്? വേറൊരു സ്റ്റേറ്റിലും ആത്മഹത്യയുമില്ല, സമരവുമില്ല. എല്ലാവരും ഈ ഇതൊക്കെ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ജോലിക്കാരാണ്. ഇലക്ഷൻ വരുമ്പോൾ ഇലക്ഷൻ ഡ്യൂട്ടി എല്ലാവർക്കും ഉള്ളതാണ്, എല്ലാ കാലത്തും ഉള്ളതാണ്. ഈ നിയമസഭാ ഇലക്ഷനും ഡ്യൂട്ടികൾ ഉണ്ടാവും. അത് ചെറിയ BLOമാർക്ക് മാത്രമല്ല, ആശാപ്രവർത്തകർക്ക് അടക്കം, അംഗൻവാടി ജീവനക്കാർക്കടക്കം എല്ലാവർക്കും ഡ്യൂട്ടികൾ ഉണ്ടാവും, ഇല്ലേ? കേൾക്കുന്നില്ലേ? അപ്പൊ ഡ്യൂട്ടികൾ ഉണ്ടാവും. അപ്പൊ അതിന് ജോലി ചെയ്യണം, ജോലി ചെയ്യാൻ തയ്യാറാവണം, പണിയെടുക്കാൻ തയ്യാറാവണം മനുഷ്യന്മാര്. അത് പണിയെടുക്കാൻ പറ്റില്ലെങ്കിൽ രാജിവെച്ച് പോകണം. അതല്ലാതെ ഞാനിപ്പോ ഇവിടെ വന്ന് കിടന്ന് ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ് വേറെ കുറെ പേര് സമരത്തിന് ഇറങ്ങുകയാണോ തടിപ്പണിക്കാർ ചെയ്യണത്? അപ്പൊ അതുപോലെ ഇവരുടെ സമരമൊക്കെ എന്ന് പറഞ്ഞാൽ വെറും കള്ളത്തര സമരമാണ്. അതുകൊണ്ട് ഈ സമരത്തിനോടും കാര്യങ്ങളോടും ഒന്നും ആർജിക്കാൻ കഴിയില്ല. കാരണം ഇവർക്ക് ഇത്രയും ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ജോലി ചെയ്യാൻ പാടാണ്, സമ്മർദ്ദമാണ് എന്നൊക്കെ പറഞ്ഞ് ആത്മഹത്യ ചെയ്തു. ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തിട്ട് അല്ലാതെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? രതീഷ്, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. പക്ഷേ നമ്മൾ ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് അയാളുടെ ആത്മഹത്യയൊക്കെ അയാൾ അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥയെ കുറിച്ച് ഓരോരുത്തരുടെ വ്യക്തിപരമായ മാനസികാവസ്ഥ, അതിനെ മാത്രം നമ്മൾ ഒരിക്കലും മോശമായി പറയരുത്. അത് താങ്കൾ പറഞ്ഞ പൊതുവികാരത്തെയൊക്കെ ഞാൻ ഉൾക്കൊള്ളുന്നു. പൊതുവികാരം അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ ആത്മഹത്യ ചെയ്യല്ല വേണ്ടത്. പക്ഷേ നമ്മൾ ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന ആത്മഹത്യ ചെയ്യട്ടെ എന്നുള്ള മട്ടിൽ നമ്മൾ പറയരുത്, അത് ശരിയല്ല. ആത്മഹത്യ പറഞ്ഞാൽ ഈ കാരണങ്ങളുടെ പുറത്ത് ആത്മഹത്യ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. ശ്രീ രതീഷ്, നമ്മൾ ഏത് മനുഷ്യരും നമ്മൾ എന്തെല്ലാം കുറ്റം പറയുമ്പോഴും നമ്മൾ ഒരു കാര്യം ആലോചിക്കണം. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് അവന്റെ ജീവനാണ്.
ശ്രീ രതീഷ് ഒരു മിനിറ്റ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ എൻ്റെ ജീവൻ ഇനി വേണ്ട, ഞാനിനി ഭൂമിയിൽ ജീവിക്കണ്ട എന്ന് തീരുമാനമെടുക്കുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത് ചിലപ്പോൾ അവന്റെ മാനസികമായ ദൗർബല്യം കൊണ്ടാവും, പല പല കാരണങ്ങൾ കൊണ്ടാവും. അത് ആ സമയത്ത് അങ്ങനെ എടുക്കേണ്ട ഒരാൾ ആ ജീവൻ പോലും വേണ്ട എന്ന് തീരുമാനിക്കുന്നെങ്കിൽ നമുക്ക് അവരെ കുറ്റം പറയാൻ കഴിയില്ല. അത് പലതരം മാനസികാവസ്ഥയായിരിക്കും അവർക്ക്. അല്ലെങ്കിൽ കൗൺസിലിംഗ് കൊടുക്കുക, അവരെ സ്നേഹപൂർവ്വമായി ചിലപ്പോൾ ഒരു വാക്കുകൊണ്ട് പോലും ഒരാളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. അത് അവരുടെ ഒരു മാനസികാവസ്ഥയാണ്. അത് ചെയ്ത് തെറ്റാണോ ശരിയാണോ എന്ന് അറിഞ്ഞിട്ടൊന്നും അല്ലല്ലോ പലപ്പോഴും അങ്ങനെയൊക്കെ സംഭവിച്ചു പോരുന്നത്. ശരി ശ്രീ രതീഷ്, നമ്മൾ പലപ്പോഴും ഈ ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യരെയൊക്കെ കുറ്റം പറയാറുണ്ട്. ചില സ്നേഹനിധികളായ ഭാര്യമാരും ഭർത്താക്കന്മാരും അല്ലെങ്കിൽ അച്ഛന്മാരും അമ്മമാരും ഒക്കെ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യുമ്പോൾ ആ കുഞ്ഞുങ്ങളെ ഓർത്തില്ലല്ലോ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ആ സമയത്തുള്ളൊരു പൊതുപ്രവർത്തകനായ താങ്കൾക്ക് കുറെ കൂടി വ്യക്തമായി പറയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ BLOമാർക്ക് ഒരു വാർഡിൻ്റെ മുഴുവൻ ചുമതല കൊടുക്കുക, ആ വാർഡിൽ എല്ലായിടത്തും പോയി ആ വീടുകളിലൊക്കെ ചെന്ന് അവർക്ക് ഈ ഫോം കൊടുത്ത് ഫോം പൂരിപ്പിച്ച് വാങ്ങി അതുമായി താരതമ്യം ചെയ്ത് ജോലിയെല്ലാം ചെയ്യുക, അതൊരു കടുത്ത സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണോ അത് നീങ്ങുന്നത്? എന്റെ വാർഡില് BLA ആണ് ഞാൻ. എന്റെ പാർട്ടി നിർദ്ദേശിച്ചിരിക്കുന്ന BLA ആണ്, CPIയുടെ പ്രതിനിധിയാണ് ഞാൻ. BLAയുടെ കാര്യമല്ല, നമ്മൾ BLO ഓഫീസർമാരുടെ പറയട്ടെ, അതിലോട്ടാ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ BLO എന്ന് പറയുന്നത് വിജയചാത്തന്നൂരാണല്ലോ. കടക്കൽ ഭാഗത്തുള്ള ഒരു അംഗൻവാടി ജീവനക്കാരി, പാവ ഒരു സ്ത്രീയാണ്. ഇന്ന് ആത്മഹത്യ ചെയ്യപ്പെട്ടത് പുരുഷനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ധാരാളം സ്ത്രീകൾ ഈ മേഖലയിൽ അന്യ സ്ഥലത്തുനിന്ന് വന്ന് ഓരോ വാർഡുകളിലും ഈ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞത് 4ഓളം പ്രാവശ്യം ഈ BLA എന്നെ ബന്ധപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ്, എനിക്ക് പല കാര്യമായിട്ടും എനിക്ക് അസൗകര്യമുണ്ട്. താങ്കൾ തൊട്ടടുത്ത് ഏത് കിട്ടുന്ന പാർട്ടിക്കാരുമായി നിങ്ങൾ അവിടെ കൊണ്ടുചെന്ന് ഈ ദൗത്യം പൂർത്തിയാക്കണം. ഈ 4 പ്രാവശ്യം ഞാൻ എൻ്റെ വാർഡിൽ നിന്ന് മാറി താമസിക്കുന്ന ആളാണ്, വോട്ടർ. അപ്പോൾ എൻ്റെ വീട്ടിൽ 2 പേർക്ക് അവർ വന്നതിന്റെ അന്ന് തന്നെ ഈ ഫാറം ശരിയാക്കി അവർ അന്ന് തന്നെ കൊടുത്തു. ഞാൻ മറ്റൊരു വാർഡിലായത് കാരണം എന്റെയും ഭാര്യയുടെയും അവിടെ ചേർക്കാൻ പറ്റിയില്ല. 4 പ്രാവശ്യം അവർ ആ വീട്ടിൽ വന്നു. അവർക്ക് ആ ജോലിയോടുള്ള കൂറാണ് ആ 4 പ്രാവശ്യം. എന്നെ ബുദ്ധിമുട്ടിക്കുകയോ പിന്നെ ഒന്നിനും അവർ വന്നില്ല. അതിനർത്ഥം നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ ഞാൻ അദ്ദേഹത്തോടുള്ള ആദരവ്, അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ മക്കൾക്കും ദൈവം മനധൈര്യം കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഏതൊരു തൊഴിലിലും അതിൻ്റെതായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടാകും. ഞാൻ അതുകൊണ്ടാണ് ഇത്രയും ഞാൻ പറഞ്ഞത്. ഞാൻ എന്റെ വാർഡിലെ BLA ആണെന്നുള്ളത് നന്നായി അറിയാം. തീർച്ചയായും സമ്മർദ്ദമുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. അത് പിന്നെ നമ്മൾ ഇതിനകത്തൊരു അടിസ്ഥാനപരമായിട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാമല്ലോ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള സംസ്ഥാനമാണ് കേരളം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കൾക്ക് അതിൽ തർക്കം ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. ഏറ്റവും രാഷ്ട്രീയ പ്രബുദ്ധത കൂടിയ സ്ഥലമാണ്. ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അടക്കം രാഷ്ട്രീയക്കാരായാലും യൂണിയൻകാരായാലും ഉദ്യോഗസ്ഥ യൂണിയൻ സംവിധാനത്തിലുള്ളവരായാലും ഒക്കെ അതൊരു രാഷ്ട്രീയ തലത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ തന്നെ ഇന്നലെ മീഡിയയിലൊക്കെ കേട്ടു, ഇടതുപക്ഷക്കാരോ CPMന്റെ ഒക്കെ രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എന്ത് അസംബന്ധമാണത്? അദ്ദേഹത്തിന് ആരെങ്കിലും സമ്മർദ്ദം ഉണ്ടാക്കിയെന്ന് കരുതിയിട്ട് അദ്ദേഹത്തിന് സമയമുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹം വിദ്യാഭ്യാസമുള്ള ആളാണ്, സർക്കാർ ജീവനക്കാരനാണ്. ഇനി സമയമുണ്ട്. ആ തീയതിയെ കുറിച്ചൊക്കെ ഞങ്ങൾ തന്നെ പാർട്ടിക്കാർ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ആ തീയതി അല്ലെങ്കിൽ ആ തീയതിയിൽ പൂർത്തിയാക്കിയില്ലെങ്കിൽ നടപടി എടുക്കും എന്നൊക്കെ പറയുന്നത് നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾ പഠിക്കാത്തത് കൊണ്ട് മോനെ അടി വരും എന്ന് പറയുന്ന ലാഘവത്തിൽ എടുക്കേണ്ട കാര്യമുള്ളൂ. SIR പൂർത്തിയാക്കിയാൽ ഇതിന്റെ ദൗത്യം പൂർത്തിയാക്കുന്നത് ഒരാളെ എന്തെങ്കിലും തിട്ടൂരം കൊണ്ട് അദ്ദേഹത്തെ ജീവിതം അവസാനിപ്പിക്കും എന്നൊന്നും അങ്ങനെ ഈ നമ്മുടെ രാജ്യത്ത് നടക്കുകയില്ല. ഇത് നമ്മുടെ ഈ ഇടതുപക്ഷത്തെയും എപ്പോഴും സാധാരണ ദോഷെതിർക്കുകൾ കണ്ടെത്തുന്നത് പോലെ ഇത് ഈ സർക്കാരിനെതിരെ ഒരു ആരോപണമായിട്ട് ഇടതുപക്ഷത്തിനെതിരെ കൊണ്ടുവരികയാണ്. മറ്റൊന്നുകൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അഥവാ എനിക്ക് തോന്നിയിട്ടില്ല, ഞാൻ അങ്ങനെ അന്ധമായി രാഷ്ട്രീയം പറയുന്ന ആളുമല്ല. പക്ഷെ ലോൺ കൂടിയെന്നിരിക്കട്ടെ, ഈ ജോലി ഭാരം കൂടിയെന്നിരിക്കട്ടെ, ഉത്തരവാദി ആരാണ്? കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനും കേന്ദ്ര സർക്കാരുമാണ് അത് ഉത്തരവാദികള്. അല്ലാതെ ഈ കേരളത്തിലെ CPMോ അല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷമാണോ ഈ ജോലി ഈ സംവിധാനം കൊണ്ട് നമ്മളെതിരല്ല. ഞങ്ങൾ കോടതിയിൽ പോയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, സാങ്കേതികമായ ബുദ്ധിമുട്ടുകളുണ്ട്. 2002 ശ്രീ രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്നും. അദ്ദേഹമാണ് ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത്. മറ്റുള്ളവരുമൊക്കെ സമാനമായ രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട്, സമ്മർദ്ദമുണ്ട് എന്നൊക്കെ ശരിയാണ്. പക്ഷേ ആ സമ്മർദ്ദത്തിനൊരിക്കലും ഒരു പരിഹാരമല്ല, അല്ലെങ്കിൽ ആ സമ്മർദ്ദം കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടവരല്ല. നമുക്ക് വേഗത്തിൽ ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ജയകുമാർ നമസ്കാരം പറയുന്നു. എന്തായാലും റോഷൻ ശങ്കർ പറയുന്നു നമസ്കാരം കിരൺ സാർ എന്ന് പറയുന്നു. ജയകുമാർ രാജേഷിനെ കൊല്ലണോ കിരണേ എന്നൊക്കെ ചോദിക്കുന്നു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല.
ഇവിടെയൊന്നും SIR ഫോം ഇതുവരെ കിട്ടിയില്ല എന്ന് ശ്രീദേവി പറയുന്നു. SIR ഫോമുകൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ശ്രീദേവി, അത് കിട്ടുമായിരിക്കും താങ്കളുടെ സ്ഥലത്തും. എനിക്കറിയില്ല ഏത് സ്ഥലമാണെന്നൊന്നും. ഇതൊക്കെ കണ്ണൂരിൽ നടക്കും, ഞങ്ങളുടെ നാട്ടിൽ നടക്കില്ല. ഇവിടെ ആർക്കും പ്രവർത്തിക്കാം, BLOയുടെ കൂടെ പോണേൽ ആർക്കും പോകാം, അത് മര്യാദ എന്ന് സുനിൽകുമാർ പറയുന്നു. സാധാരണ പാർട്ടികളുടെയൊക്കെ ഇപ്പം നമ്മളെ വിളിച്ച രാധാകൃഷ്ണൻ ചാത്തന്നൂർ CPIയുടെ പ്രതിനിധിയായിട്ട് പോകുന്നതാണ്. അങ്ങനെ ഏത് പാർട്ടിയുടെയും പ്രതിനിധിയായി BLA ഏജന്റുമാരായി പോകുന്നതിന് തടസ്സമൊന്നുമില്ല. മറ്റൊന്ന് ഗോളാന്തര യാത്രയുടെ ചില വിശേഷണങ്ങളൊക്കെയാണ്. ഗോളാന്തര യാത്ര അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് തന്നെയാണ് എൻ്റെയും അഭിപ്രായമാണ്. ബാലകൃഷ്ണൻ ഇയാളൊരു പ്രശ്നമാണ് എന്ന് മെഹൂവി വ്ലോഗ്സ് പറയുന്നു. ബാലകൃഷ്ണൻ ചേട്ടൻ പറയുന്നത് കള്ളമാണെന്ന് കിരൺ സാർ എങ്ങനെ മനസ്സിലാക്കി? എല്ലാം അറിയുന്നവർക്ക് താങ്കൾ മാത്രമാണെന്നൊക്കെ സുനിൽകുമാർ ചോദിക്കുന്നു. ശ്രീ സുനിൽകുമാർ, ബാലകൃഷ്ണനോട് വളരെ കൃത്യമായി തന്നെ ഞാൻ പറഞ്ഞു, വടകരയിൽ അങ്ങനെയാണെങ്കിൽ താങ്കൾ പറഞ്ഞോളൂ. എത്ര സമയം കൊടുത്തു? സമയം കൊടുത്തപ്പോഴൊന്നും അദ്ദേഹം അത് പറയുന്നില്ല. വടകര അങ്ങനെ പറയുന്ന സ്ഥലത്ത് കണ്ണൂരിലെ ഒരു ഗ്രാമത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ വടകര അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് പറയാമല്ലോ. ഞാൻ ചൂണ്ടിക്കാണിക്കാൻ സമയം കൊടുത്തല്ലോ. ഞാൻ പറഞ്ഞല്ലോ വടകരക്കാർ തന്നെ എത്ര മനുഷ്യരുണ്ട്, അവർ കേട്ടിട്ട് അത് ശരിയാണോ തെറ്റാണെന്ന് അവർ തീരുമാനിച്ചോട്ടെ എന്ന് തന്നെ ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ അന്നേരം അത് പറയുന്നില്ല. അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു കള്ളം പറയാൻ വേണ്ടി ആവർത്തിച്ച് എപ്പോഴും ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അങ്ങനെ പറയുന്ന ആളാണ് എന്ന് കരുതി അദ്ദേഹത്തെ ഞാൻ വിളിക്കാതിരിക്കുന്നൊന്നുമില്ല. അദ്ദേഹത്തെ വിളിക്കുമ്പോൾ നമ്മൾ എടുക്കാതിരിക്കുന്നൊന്നുമില്ല. അദ്ദേഹം എടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ജനാധിപത്യ മര്യാദയാണ്. മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുന്നവരല്ലാതെ രാഷ്ട്രീയത്തിൽ ഇങ്ങനെയൊക്കെ കള്ളം പറഞ്ഞാലും ഇല്ലെങ്കിലും ഒക്കെ നമ്മൾ അവരെ ആരെയും നാളെ മുതൽ എന്നാൽ നിങ്ങൾ പറയണ്ട എന്ന് പറഞ്ഞ് എടുക്കുന്നവരല്ല. ആ ഒരു ജനാധിപത്യ മര്യാദ എപ്പോഴും കാണിക്കുന്നു എന്നതുകൂടി ഇങ്ങനെയൊക്കെ എഴുതുമ്പോൾ ആലോചിക്കണം ശ്രീ സുനിൽകുമാർ. രാജേഷിന് നാളെ വിളിക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. രാജേഷ് പറയുന്നത് സിറ്റിയിൽ പോലും നടക്കുന്നുണ്ട്, അത് അടുത്ത തവണയും ഇടതുപക്ഷം വരണമെന്നും പറയുന്ന ആളാണ് ബാലകൃഷ്ണൻ എന്ന്. ഇന്ന് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അത് ശരിയാ, ബാലകൃഷ്ണനൊക്കെ അങ്ങനെയും പറയുന്ന ആളാണ്. ജയകുമാർ പറഞ്ഞത് ശരിയാണ്. ഗൗതം പറയുന്നു ന്യൂസ് 18 ഇടതുപക്ഷത്തിനൊപ്പം അല്ല, സപ്പോർട്ട് ന്യൂസ് 18 കാഴ്ചപ്പാടുണ്ടായിരിക്കാം. ബാലകൃഷ്ണൻ്റെ പാർട്ടിയുടെ നിലപാട് പറയണമെങ്കിൽ അത് ജനൻ TV പോയി പറഞ്ഞാൽ അങ്ങനെയല്ല ഗൗതം. അദ്ദേഹത്തിന് ഏത് പാർട്ടിയുടെ നിലപാടുകൾ ഞങ്ങളുടെ ചാനൽ പറയുന്നത് ഞങ്ങൾക്ക് യാതൊരു തടസ്സമില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. തർക്കങ്ങളുണ്ടാവും, വിയോജിപ്പുകളുണ്ടാവും, പക്ഷേ എന്ന് കരുതി അങ്ങനെയുള്ളവരുടെ നാളെ ഫോൺ എടുക്കാതിരിക്കൽ ഒന്നും ചെയ്യില്ല. മോശപ്പെട്ട രീതിയിൽ ആരെക്കുറിച്ചെങ്കിലും ഒക്കെ പറയുന്ന ആളുകളെ മാത്രമേ ഉള്ളൂ ചിലപ്പോൾ നമ്മൾ ഫോൺ എടുക്കാതിരിക്കുന്നത്. അത് അങ്ങനെ ആ തരത്തിലേക്ക് ഏതെങ്കിലും മതപരമായ വിഷയങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിൽ സഭ്യമല്ലാത്ത രീതിയിൽ ഇടപെടുന്നവർ മാത്രമേ ഉള്ളൂ. അല്ലാതെ രാഷ്ട്രീയം പറഞ്ഞ് വഴക്കിടുന്നവരെ ഒന്നും നമ്മൾ ഒഴിവാക്കാറില്ല ഒരിക്കലും. ഗോളാന്തര യാത്ര പറയുന്ന അന്തം കമ്പി ഇന്ന് കമൻറ്റുകൾ വായിക്കില്ല എന്നൊക്കെ. അത് താങ്കൾക്ക് അങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിലും പറയാം, യാതൊരു വിരോധവുമില്ല ശ്രീ ഗോളാന്തര യാത്ര. എന്നാൽ ഈ ഗോളാന്തര യാത്ര എപ്പോഴെങ്കിലുമൊക്കെ ഇത് പേരാരാണെന്ന് കൂടിയൊക്കെ ഒന്ന് വെളിപ്പെടുത്തുന്ന നല്ലതാണ്. അദ്ദേഹത്തിൻ്റെ വ്ളോഗാണ് ഗോളാന്തര യാത്ര എന്നൊക്കെ പറയുന്നു. എന്തായാലും ഈ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതല്ല, ആളെ കൊല്ലി പരിപാടിയാണെന്ന് ഗൗതം പറയുന്നു. ഗൗതം 2-3 ദിവസം മുങ്ങി നടന്നത് തീവ്രവാദി ആക്രമണത്തെക്കുറിച്ച് ചർച്ച എടുത്തുകൊണ്ടാണല്ലോ എന്നൊക്കെ ഗോളാന്തര യാത്ര ചോദിക്കുന്നു. ഗോളാന്തര യാത്ര ഞാൻ കുറച്ച് അസുഖബാധിതനായിരുന്നു, അതുകൊണ്ടാണ് 2 ദിവസം ചർച്ചയിൽ വരാത്തത് എന്ന് അദ്ദേഹം മറുപടി നൽകുന്നുണ്ട്. BLOമാരെ സഹായിക്കാൻ BLAമാർ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. ഇത് ഇടത്തും വലതും SIR വേണ്ട എന്ന് പ്രമേയം പാസ്സാക്കിയാണ് എന്ന് പറയുന്നു. നന്ദകുമാർ P ആണ് പറയുന്നത്. മറ്റൊന്ന് എന്തൊക്കെയോ പറയുന്നത്. പിന്നെ നിങ്ങൾ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് മാത്രമല്ല, നിങ്ങളൊരു നല്ല വ്യക്തി ആയതുകൊണ്ടാണ് നിങ്ങളെ ഇഷ്ടമെന്ന്. സുനിൽകുമാറിനോടാണോ ആരോടാണെന്ന് പറയത്തില്ല. പിന്നെ നിങ്ങളൊരു രാജ്യസ്നേഹിയാണ്, അതുകൊണ്ടാണ്. ഈ ഗോളാന്തര യാത്രയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഉണ്ടായ സാധനമാണ്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ രാജ്യസ്നേഹിയാണ്. കുറച്ച് ആളുകൾ മാത്രം രാജ്യസ്നേഹികൾ, അല്ലാത്തവർ രാജ്യസ്നേഹികളല്ല എന്നുള്ള ഒരു പുതിയ വെപ്പ്. അവരുടെയൊക്കെ ചരിത്രം, ഈ രാജ്യസ്നേഹം ഇപ്പോൾ കൂടുതലായി അവകാശപ്പെടുന്നവരുടെ ചരിത്രം പരിശോധിച്ചാൽ ആ രാജ്യസ്നേഹത്തിൻ്റെ വലിയ ചരിത്രമൊക്കെ ബോധ്യപ്പെടും. ശ്രീ ഗോളാന്തര യാത്ര. കമാൻഡർ മാത്യു ആണ് വിളിക്കുന്നത്, മുംബൈയിൽ നിന്നാണ്. ശ്രീ കമാൻഡർ മാത്യു, ഈ യഥാർത്ഥത്തിൽ ഈ BLOമാരുടെക്ക് ആ തരത്തിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ ജോലിയുടെ നമ്മൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായും അവരെ സംബന്ധിച്ചിടത്തോളം എടുക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയൊരു ഉത്തരവാദിത്തം നിശ്ചിത സമയത്തുള്ളിൽ ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെ ഒരു സമ്മർദ്ദത്തിൽ ഉണ്ടോ അവർക്ക്, അതോ മറിച്ചാണോ? കിരൺ നമസ്തേ. ഞാൻ ഈ വിഷയത്തെ പറ്റി വളരെ ചുരുക്കി പറയാം, 1 മിനിറ്റ് എനിക്ക് തരണം. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച കേരളത്തിലുണ്ടായിരുന്നു. അടൂര് RDOയും അടൂര് തഹസീൽദാറും ഏറത്ത് വില്ലേജ് ഓഫീസറും ട്രഷറിയിൽ നിന്ന് വന്ന ഒരു BLO ഓഫീസറും എന്റെ വീട്ടിൽ വന്നു. എന്നോട് പറഞ്ഞു, സാറേ SIRന്റെ ഫോം തരാനാണ്, സാറിന് സമയം കിട്ടുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് സമയമുണ്ട്, നിങ്ങൾ എപ്പം വരുമോ? 10 മണിക്ക് വരുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, വീടിനടുത്തുള്ള തിരുമേനെ എടുത്തിട്ട് നമുക്ക് ഒന്നിച്ച് പോകാമെന്ന് പറഞ്ഞു. ഇവരെല്ലാരും കൂടെ എന്റെ വീട്ടിലോട്ട് വന്നത്. എനിക്ക് ഫോം തന്നു. 2 മിനിറ്റ് കൊണ്ട് കാര്യം ഫോൺ കിട്ടി. ആ ഫോട്ടോ ഞാൻ ഇപ്പൊ നമ്മുടെ യൂട്യൂബിൽ ഉടനെ ഇടുന്നതായിരിക്കും. ഞാൻ പറയാൻ വന്നത്, അത് കഴിഞ്ഞിട്ട് എന്നോട് അടൂർ RDO പറഞ്ഞു, സാറേ ഈ BLO എന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ പുള്ളിക്കാരോട് പറഞ്ഞു നിങ്ങൾ അടുത്ത ഞായറാഴ്ച വരാൻ പറഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ച പുള്ളിക്കാരി വന്നു. ഒരു 30 വീട് ഞാൻ പുള്ളിക്കാരിക്ക് പറഞ്ഞു കൊടുത്തു. എന്റെ ചുറ്റുമുള്ള 181 ബൂത്താണ് ഞങ്ങളുടെ.
പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വാർഡ് മെമ്പർ ഇങ്ങനെ സൂസൻ ശശികുമാറിനോട് പറഞ്ഞാൽ ബാക്കി വീട് സാറ് ആ മാഡം കാണിച്ചു തരുമെന്ന് പറഞ്ഞു. എത്ര കാര്യമായിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു. ഓഫ് കോഴ്സ് ഇതെന്ന് പറയുന്ന ഒരു വർക്ക് പ്രഷറാണ്. ഇത് നമ്മൾ ഷോർട്ട് പീരീഡ് ചെയ്യുന്ന വർക്ക് പ്രഷറാണ്. പക്ഷെ ആ വർക്ക് പ്രഷറിനെ നമ്മൾ സന്തോഷകരമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി ചുറ്റുപാടുമുള്ള ആൾക്കാരോട് ചോദിച്ചാൽ ഇത് വളരെ പെട്ടെന്ന് തീരാവുന്ന സംഭവമാണ്. അതിന് ആത്മഹത്യ ഒരിക്കലും ഒരു പരിഹാരമല്ല. വർക്ക് പ്രഷർ വന്നിട്ട് ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ഞാനൊക്കെ എന്തോ ആത്മഹത്യ ചെയ്യണം. അത് ശരിയാണ്. വർക്ക് പ്രഷർ കാരണം ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ നിരന്തരം ആത്മഹത്യ ചെയ്യേണ്ട എത്രയോ കോടിക്കണക്കിന് മനുഷ്യർ ഈ ലോകത്തുണ്ട്. അത്രത്തോളം ജീവിത പ്രാരാബ്ദങ്ങളിൽ പെട്ടുഴലുന്ന മനുഷ്യരാണ് മഹാഭൂരിപക്ഷം വരുന്ന ആളുകളുമൊക്കെ. സമ്പന്നരായ മനുഷ്യരുടെ എണ്ണവും അല്ലെങ്കിൽ ജീവിക്കാൻ വകയുള്ള മനുഷ്യരുടെ എണ്ണത്തെക്കാൾ കൂടുതലാണ് ഇന്ത്യ രാജ്യത്തൊക്കെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ. ചിലപ്പോൾ കേരളത്തിൽ അത്രയും കാണില്ല, പക്ഷേ ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളിലും മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരും അങ്ങനെയൊക്കെ ജീവിക്കേണ്ടി വരുന്നവരാണ്. അവരുടെ വർക്ക് പ്രഷറൊന്നും ആരും കാണുന്നില്ല, അവരാരും ആത്മഹത്യ ചെയ്യുന്നുമില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ശ്രീ ഷാരോൺ ആണ്, വടകരയിൽ നിന്നാണ്. ശ്രീ ഷാരോൺ, താങ്കൾ എങ്ങനെയാണ് ഈ ഒരു അതിസമ്മർദ്ദം ഈ BLOമാരുടെ മേലുണ്ട് എന്ന് കരുതുന്നുണ്ടോ? സാറേ, ഇത് അവർക്ക് അത്ര വലിയ സമ്മർദ്ദവും കാര്യങ്ങളൊന്നും ഇല്ലാതെ എനിക്ക് തോന്നുന്നു. നമ്മളെ വാർഡിൽ വന്നിട്ടാണ് അവർ വന്നു പോയത്. നമ്മളെ വാർഡിൽ വന്ന് BLO ഫോം തരുന്നു, അവര് വന്നിട്ട് പോകുന്നു. കാരണം അവർ സാധാരണ ഒരു വീട്ടിൽ നിന്ന് ഗവൺമെന്റ് ജോലിയിലേക്ക് പോകുന്നത് എങ്ങനെയാണോ രാവിലെ 9 മണിക്ക് അവർ പോകുന്നുണ്ട്. നമ്മളെ ഈ വാർഡിലൊക്കെ അവർ കൊണ്ടുതരുന്നത് എന്ന് പറഞ്ഞാല് നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. ഒരു 11 മണിക്കൊക്കെയാണ് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത് കൊണ്ടുതരുന്നത്. പിന്നെ ഉച്ചയ്ക്ക് തിരിച്ച് വീട്ടിലേക്ക് ചോറിനാവും പോകുന്നു. പിന്നെ അവിടുന്ന് ഒരു 3 മണിക്ക് ഇറങ്ങുന്നു, 5 മണിക്ക് കഴിയുന്നു. ഇങ്ങനെയല്ലല്ലോ നമുക്ക് സർക്കാർ ഓഫീസിലെ സംവിധാനം ഉള്ളത്. അല്ല ശ്രീ ഷാരോട്, അങ്ങനെ ഈ വീടിനടുത്തുള്ള ചിലപ്പോൾ ഒരാൾക്ക് ഇപ്പം എൻ്റെ വീടിനടുത്തുള്ള ആളുകളൊക്കെ ആണെങ്കിൽ എനിക്കറിയാമായിരിക്കും, എനിക്ക് അങ്ങനെയൊക്കെ വൈകിട്ട് രാവിലെ കൊണ്ടുപോകാം. പക്ഷേ ഭൂരിപക്ഷം വരുന്ന ഉദ്യോഗസ്ഥരും അവരുടെ വീടിനടുത്തൊന്നും അല്ലല്ലോ ജോലി ചെയ്യുന്നത്. അവർക്ക് കിട്ടുന്ന വാർഡിൽ പോയാൽ ഒരു വാർഡിലെ 400-500 ഒക്കെ വീട് അല്ലെങ്കിൽ 300 വീടൊക്കെ കാണും. ആ 300 വീടുകളും അറിയുന്നത് തന്നെ ചിലപ്പോൾ എല്ലാ പാർട്ടിക്കാരായ 1-2 പേർക്ക് അറിയായിരിക്കും, അല്ലെങ്കിൽ കൂടിയവർ 5-6 പേർക്ക് അറിയായിരിക്കും. അതിൽ കൂടുതൽ ആളുകൾക്ക് ഇത്രയും വീടുകൾ തന്നെ അറിയില്ലല്ലോ. ഓക്കെ സാറേ, നമുക്കിപ്പം BLOമാർ വന്നു കഴിഞ്ഞാല് നമുക്ക് ഫോം തന്നു കഴിഞ്ഞാല് അവര് പാർട്ടിക്കാർ 3 പാർട്ടിക്കാർ നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട്. കോൺഗ്രസ്സുകാർ വരുന്നുണ്ട്, BJPക്കാർ വരുന്നുണ്ട്, CPMമാർ വരുന്നുണ്ട്. ഇവർ 3 പേര് നമുക്ക് ഈ ഫോം ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി എല്ലാം യഥാർത്ഥമായി കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അവരെ കൂട്ടത്തിൽ തന്നെ ഉദ്യോഗസ്ഥന്മാര് എല്ലാവരും ഉണ്ട്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ അങ്ങനെ ഒരു സമ്മർദ്ദം അതൊരു അവർക്ക് ശീലമില്ലാത്തതുകൊണ്ട് തോന്നുന്നതാണോ അങ്ങനെ, അതോ അത്തരം ഒരു സമ്മർദ്ദം അവരുടെ മേൽ ഉണ്ടോ? സാർ, എനിക്കൊരു അല്പസമയം ഇന്ന് കൂടുതൽ വേണം. കാര്യം ശരി, ഓക്കെ, പറഞ്ഞോളൂ. ഞാനൊരു മുൻ BLO ആയിരുന്നു. ഓക്കെ, ആയിരുന്നു സാറേ. ഞാൻ എന്ന് വെച്ചാൽ BLOമാരായിട്ട് സാധാരണഗതിയിൽ അംഗനവാടി ടീച്ചേഴ്സും കേരള സർവീസിൽ നിന്നും വിരമിച്ചവരുമാണ്. ഞാൻ കേന്ദ്ര സർവീസിൽ നിന്ന് വിരമിച്ച ആളായ കാരണം കൊണ്ട് എന്നെ എടുത്തിരുന്നു. ഞാൻ എന്ന് വെച്ചാൽ ഒരു 3 വർഷക്കാലം ജോലി ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ അടുത്ത കാലത്താണ് സാർ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ജീവനക്കാർ ചെയ്ത അവരിലേക്ക് കൊണ്ടുപോവുകയും ഞങ്ങൾക്ക് 365 ദിവസം ജോലി ചെയ്യുന്നതിനും 6000 രൂപ, ഒരു വർഷത്തേക്ക് 6000 രൂപ, ഇവർക്കിപ്പോ 12000 രൂപ കൊടുത്തിട്ടുണ്ട്. അന്നും എന്താണെന്ന് വെച്ചാൽ സമ്മർദ്ദം ഉണ്ടായിരുന്നു സാർ. സമ്മർദ്ദം അന്നും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ BLOമാർക്ക് BLO ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കൂടുതൽ ഗവൺമെന്റ് സർവീസിൽ നിന്ന് അനുവദിച്ചു കൊടുക്കാത്തത് കാരണം കൊണ്ട് അവർക്ക് സമ്മർദ്ദമുണ്ട്. ഒരു ഭാഗത്തൂടെ അവരുടെ വർക്ക് ലോഡ് ആഫീസിൽ കൂടുന്നു, ഒരു ഭാഗത്തൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BLOയുടെ പണി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് സമ്മർദ്ദമേറുന്നു. അങ്ങനെ വരുമ്പോൾ ചില ആൾക്കാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു. അതാണ് ഇതിന്റെ കുറച്ച് സമയം കൂടുതൽ അനുവദിച്ചാൽ മതി. ഇപ്പൊ തന്നെ എന്റെ വീട്ടിലേക്ക് വന്ന BLO എന്ന് വെച്ചാൽ ഞാൻ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഗവൺമെന്റ് എംപ്ലോയി ആണ്. എനിക്ക് ഈ കാര്യത്തിൽ കുറച്ച് കൂടുതൽ അറിയാമെന്നുള്ള കാരണം കൊണ്ട് സാർ ഇതിന്റെ പ്രധാനമായിട്ട് ഒരു വോട്ടറെ ലൊക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിളിക്കുന്ന ഫോൺ നമ്പറിൽ അദ്ദേഹത്തെ കിട്ടൂല. കാര്യം എന്താണെന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയക്കാര് അവരുടെ ഫോൺ നമ്പർ വച്ചാണ് സാർ ഒരുപാട് ചേർത്തേക്കണത്. താങ്കളെ കൂടുതൽ അനുഭവ പരിചയത്തിൽ എന്ന് പറയുന്നത് പലപ്പോഴും മുൻകാലങ്ങളിലൊക്കെ ഈ പേര് ചേർത്തിരുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർ ഇപ്പോഴത്തെ പോലെ എല്ലാ ഫോൺ നമ്പറും എല്ലാവരുടെയും ഒന്നും യോജിപ്പിച്ചില്ല. അവരൊരു ഫോൺ നമ്പർ കൊടുത്തിരിക്കും. ആ നമ്പറിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ 10ഉം 50ഉം പേര് 60ഉം പേരൊക്കെ ഉള്ളത്. ആ നമ്പർ ചിലപ്പോൾ ഇപ്പോൾ കാണണം എന്ന് തന്നെ ഇല്ല. പലപ്പോഴും അങ്ങനെയൊക്കെ നമ്മുടെ വോട്ടർ ID കാർഡിൽ ഇപ്പോഴും അങ്ങനെയൊക്കെ പല അതുമായി ബന്ധപ്പെട്ട രേഖകൾ അങ്ങനെയൊക്കെ വരാറുണ്ട്. എന്തായാലും നമുക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. വളരെ വേഗത്തിൽ മടങ്ങി വരാം. വെള്ളരിക്കുണ്ടിൽ നിന്നും ശ്രീ സന്തോഷ് കൂടി ചേരുന്നുണ്ട്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ SIRന്റെ മേൽ അങ്ങനെ ഒരു സമ്മർദ്ദം ഈ ഉദ്യോഗസ്ഥരുടെ മേലുണ്ടോ, ഈ BLOമാരുടെ മേൽ?
നമസ്കാരം സാർ. നമസ്കാരം. ഈ ബൂത്ത് ലെവൽ ഓഫീസർമാര് വല്ലാതെ ടെൻഷൻ പേറുന്നുണ്ട്. കാരണം ഞങ്ങളുടെ ഈ നാട്ടില് ശ്രീജ എന്ന് പറഞ്ഞ ഒരു അംഗനവാടി ടീച്ചർ ഇന്ന് തല കറങ്ങി വീണു. എന്നിട്ട് അവരെ ആശുപത്രിയിലാക്കി. അപ്പോ ഇത് വളരെ കുന്ന് കയറ്റമുള്ള സ്ഥലമാണ്. അങ്ങനെ ആശുപത്രിയിലാക്കി. അവർക്ക് ഇപ്പം കുറവുണ്ട്. അപ്പൊ ഇത് വല്ലാതെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്നാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇതാക്കിയിരുന്നതെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവുകയില്ലായിരുന്നു. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും മുമ്പുമായിട്ട് സമ്മർദ്ദത്തിന് എന്താണ് ബന്ധം? അല്ല, ഇതിപ്പോ എല്ലാം കൂടെ ഒന്നിച്ചായില്ലേ പഞ്ചായത്തിലെ. അല്ല, അവരെ മറ്റു ജോലികളിൽ നിന്നെല്ലാം ഒഴിവാക്കിയാണ് അവരെ ഈ ജോലിക്ക് നിയോഗിച്ചത്. തെരഞ്ഞെടുപ്പിന് മുമ്പായാലും പുറത്തായാലും ഈ BLOമാർക്ക് അതിന്റെ തെരഞ്ഞെടുപ്പിന്റെ സമ്മർദ്ദമൊന്നും BLOയ്ക്ക് വരേണ്ട കാര്യമില്ല. ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള വോട്ടർ പട്ടിക അല്ലല്ലോ ഇത്. അല്ല, പക്ഷെ അത് ഇവർക്ക് ഈ വല്ലാതെ മുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സമ്മർദ്ദം വരുന്നുണ്ട്. അപ്പൊ ടെൻഷൻ വരുന്നുണ്ട്. അപ്പൊ അതുമൂലമാണെന്നാണ് എനിക്ക്. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ ഇപ്പൊ ശ്രീജ എന്ന് പറഞ്ഞ അംഗനവാടി ടീച്ചർ ഇപ്പൊ ആശുപത്രിയിൽ, ഈ വെള്ളരിക്കുണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. ഇപ്പൊ കുറവുണ്ട്. അപ്പൊ ഇത് വല്ലാതെ മേലുദ്യോഗസ്ഥന്മാരുടെ ഈ സമ്മർദ്ദം, അതായത് അവർക്ക് ടെൻഷൻ വരുന്നുണ്ട്. അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്ത്. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം, പറഞ്ഞോളൂ. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല്, ജോലി ഭാരം കൊണ്ട് ഒരാൾ ആത്മഹത്യ ചെയ്യുന്നതിൽ ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. അദ്ദേഹത്തിന് ജോലി ഭാരമാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇന്ത്യ രാജ്യത്ത് നമ്മൾ ജോലി ചെയ്യുന്ന 6 മണിക്കും വെളുപ്പംകാലം 4 മണിക്കും 6 മണിക്കും ജോലി ചെയ്തിട്ട് സിമന്റ് ചുമന്നും കരിങ്കല്ല് ചുമന്നും കുട്ടമണ്ണ് ചുമന്നും എംസാൻഡും സിമന്റും ചുമന്നും കോൺക്രീറ്റ് കൊഴിഞ്ഞു വാടി 12 മണിക്ക് ജോലി ചെയ്യുന്ന ആ മനുഷ്യരല്ലേ? അപ്പൊ ജോലി ഭാരം എന്ന് പറയുമ്പോൾ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് അച്ഛനമ്മമാര് പഠിപ്പിച്ച് ജോലി കിട്ടാൻ വേണ്ടി നെട്ടോടുന്ന ഈ കാലത്ത് അവര് കൂലിപ്പണിക്കല്ലേ നടന്നു കിടന്ന് ഒരു വീട്ടിൽ പോയി അവിടുത്തെ ഐഡന്റിഫൈ ചെയ്തല്ലേ നോക്കേണ്ട കാര്യം. അദ്ദേഹം ആത്മഹത്യ ചെയ്തതിൽ എനിക്ക് പ്രയാസമുണ്ട്. അത് ഒരിക്കലും ഞാൻ അംഗീകരിക്കുന്നില്ല. അദ്ദേഹത്തിന് നിരവാദിത്വം തെളിയിച്ച് അദ്ദേഹം തിരിച്ചു വരണമായിരുന്നു. ജോലി ഭാരമാണെങ്കിൽ ഒഴിഞ്ഞു മാറി നിന്നിട്ട് അങ്ങ് ലീവ് എടുക്കാമായിരുന്നു. ലീവ് എടുക്കാൻ അത് കഴിഞ്ഞിട്ട് ഒരു കോടതിയും കേരള രാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത് ഒരു കോടതിയും ആ രീതിയിൽ സൃഷ്ടിച്ചിട്ടില്ല ഒരു ഉദ്യോഗസ്ഥന്മാരെ. പക്ഷേ ഈ മേലുദ്യോഗസ്ഥന്മാർ സമ്മർദ്ദം ചെലുത്തി. അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത്. ഉദ്യോഗസ്ഥന്മാർ സമ്മർദ്ദം ചെലുത്തിയാണ് ജോലിക്ക് പോകുന്നത്. അതൊക്കെ പറഞ്ഞത് തെറ്റായ സമീപനമാണ്. കാരണം അസുഖമുള്ളവരാരും ജോലിക്ക് പോകില്ലല്ലോ. ആരും പോകില്ല. ആരും കൂടുതൽ പറഞ്ഞു വിടുന്നുള്ളൂ. അപ്പൊ ഇന്ത്യയിൽ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് യാതൊരു ബന്ധവുമില്ല. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വോട്ട് മത്സരം സ്ഥാനാർത്ഥി ഇല്ലാത്തതും കൊടുക്കാതെ ആത്മഹത്യ ചെയ്യുന്നു. മറ്റുകൊണ്ടെടുത്ത് സ്ഥാനാർത്ഥിയും കൊടുത്ത് ആത്മഹത്യ ചെയ്തു. എങ്കിൽ ആരെല്ലാം ആത്മഹത്യ ചെയ്യണം? നമുക്ക് ജോലി ഭാരം കൊണ്ട് എത്ര ആത്മഹത്യ ചെയ്യണം? കുടുംബം പോറ്റാൻ പറ്റുമോ? കുടുംബത്തെ പഠിപ്പിക്കാനും വീട്ടിലെ ആഹാരത്തിനും. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ജോലിഭാരം കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടവരാണെങ്കിൽ ഇതിനേക്കാൾ എത്രയോ കടുത്ത ജോലിഭാരം നിരന്തരം ജീവിത തുടക്കം മുതൽ അവസാനം വരെ നേരിടേണ്ടി വരുന്ന കോടിക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്ന ഒരു മണ്ണാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. ശ്രീ സുരേന്ദ്രനാണ് തൃശ്ശൂരിൽ നിന്ന്. ശ്രീ സുരേന്ദ്രൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഇപ്പോൾ ആത്മഹത്യയുടെ വിഷയമാണോ നിൽക്കട്ടെ, അതിനപ്പുറത്തേക്ക് അത്തരത്തിൽ ഒരു സമ്മർദ്ദം ചെലുത്തി അല്ലെങ്കിൽ അത്തരം ഒരു കടുത്ത ടാർഗറ്റ് കൊടുത്ത് ചെയ്യിച്ച് പൂർത്തിയാക്കേണ്ട ഒന്നാണോ ഈ SIR? നമസ്കാരം സാറേ. നമസ്കാരം. എനിക്ക് തോന്നുന്നത് ഞാൻ ഈ ജോലി ഭാരം, ജോലി സമ്മർദ്ദം അത് രണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ പറഞ്ഞ സിമന്റ് ചാക്ക് ചുമക്കുന്നതും മറ്റുള്ള കാര്യങ്ങളും ആയിട്ട് കമ്പയർ ചെയ്യണ കണ്ടു. ഞാൻ നോക്കിയിട്ട് ജോലി സമ്മർദ്ദം എന്ന് പറയുന്നത് അതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അദ്ദേഹം അങ്ങനെ പറഞ്ഞല്ല. അതൊരു പൊതുവായ അർത്ഥത്തിൽ പറഞ്ഞാൽ ജീവിതത്തിൽ സിമന്റ് ചുമക്കാനും പാറ എടുക്കാനും ഒക്കെ പോകേണ്ടി വരുന്നതിനകത്ത് നല്ലൊരു ശതമാനം ആളുകൾക്കും നാളെ അവൻ്റെ ആരോഗ്യമില്ലെങ്കിൽ തൊഴിലെടുക്കാൻ കഴിയാത്ത ആളുകളോ അല്ലെങ്കിൽ അന്നത്തെ ഭക്ഷണത്തിന് വേണ്ടിയൊക്കെ പോകേണ്ടി വരുന്നവരാണ് അതിൽ നല്ലൊരു ശതമാനം. എല്ലാവരും അങ്ങനെയാണെന്നല്ല. അങ്ങനെയുള്ളവർക്ക് ഉണ്ടാകുന്ന ഒരു സമ്മർദ്ദം അതും വലിയ സമ്മർദ്ദമാണല്ലോ. നിങ്ങൾക്ക് നാളെ ജീവിക്കാൻ വകയില്ല, എന്ത് ചെയ്യാൻ കഴിയും, അല്ലെ എനിക്കൊരു പനി വന്നാൽ എന്റെ കുടുംബം പട്ടിണിയാകും പോകുമല്ലോ എന്നുള്ള സമ്മർദ്ദത്തെക്കാൾ വലുതല്ലല്ലോ മറ്റൊന്നും. അത് ഞാൻ പറഞ്ഞല്ലോ സാറിനോട്, സമ്മർദ്ദം, ഭാരം, തൊഴിൽ ഭാരം, അതിന് രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇതിലേക്ക് വരാം. ഞങ്ങളുടെ അവിടെ ഇതേമാതിരി തന്നെ വിഷയങ്ങളുണ്ട്. നമ്മളൊരു വാർഡിൽ പോയി കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യുന്നറിയാം? ചിലപ്പോൾ കുറച്ച്
ഫോമുകൾ കൊടുക്കും. അപ്പൊ ഇതിൽ അപ്ഡേറ്റ് ചെയ്യില്ല. അപ്ഡേറ്റ് ചെയ്താൽ ചിലപ്പോൾ വൈകുന്നേരം ഇരുന്നിട്ടാണ് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോഴേക്കും വിളിച്ചിട്ട് പറഞ്ഞു എന്താ ചെയ്യാത്ത, ഇന്ന് വൈകുന്നേരം 7 മണിക്ക് മറ്റേ കോൺഫറൻസ് അല്ല ഇതുണ്ട്, മറ്റേ ഓൺലൈൻ കോൺഫറൻസ് ഉണ്ട്, അതിൽ നിങ്ങൾ പങ്കെടുക്കണം. എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നറിയോ, ഇവര് 7 മണിക്ക് മീറ്റിംഗ് വെച്ചിട്ട് ഈ മേലുദ്യോഗസ്ഥന്മാര് 9:30-10 മണി വരെ ഈ മീറ്റിംഗിൽ വരാതിരിക്കുകയും എന്നിട്ട് അതിനുശേഷം ഒന്ന് കയറിയിട്ട് പിന്നെ ആരൊക്കെ അതിൽ മീറ്റിംഗിൽ വരാത്ത അവർക്ക് നോട്ടീസ് കൊടുക്കുക. ഇതൊക്കെയാണ് സമ്മർദ്ദം എന്ന് പറയുന്നത്. അതുമാതിരി തന്നെ പല സ്ഥലങ്ങളിലും ഇവർക്ക് കൊടുക്കുന്ന ആ വോട്ടേഴ്സ് ലിസ്റ്റില് പല ഭാഗങ്ങളിലായിരിക്കാം. ഞാനൊക്കെ റെസിഡൻഷ്യൽ അസോസിയേഷന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഞാൻ അവിടെ അറിയാത്ത ഇതിന്റെ ഉള്ളിൽ ഞങ്ങളുടെ ഒരു കോളനിയുടെ ഉള്ളില് ഞങ്ങൾക്ക് പോലും പറയാൻ പറ്റാത്ത ആളുകൾ വാടകയ്ക്കൊക്കെ താമസിച്ചു പോയ ആളുകളുടെ നമുക്ക് കിട്ടില്ല. ഇപ്പൊ ഇവര് മാക്സിമം പോസ്റ്റ്മാൻമാരോട് ചോദിക്കും, അംഗനവാടി ടീച്ചറോട് ചോദിക്കും, അങ്ങനെ മാക്സിമം ഇവർക്ക് പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ ചോദിക്കും. ഇപ്പൊ ഞങ്ങളുടെ അവിടെയുള്ള ഒരു BLOയുടെ അമ്മ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ മകൻ അവരുടെ ആങ്ങളെ വിളിച്ചു. ഇവരൊക്കെ എല്ലാവരും കൂടി വിളിച്ച് എവിടെയൊക്കെ കുറെ ആൾക്കാരെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക, ഇവരെ കണ്ടുപിടിക്കുന്നതല്ല. ഇവര് വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവർക്ക് വിളി തുടങ്ങി. മേലുദ്യോഗസ്ഥന്മാർ വിളിച്ച് ഈ കോൺഫറൻസും മറ്റുള്ള കാര്യങ്ങളും ഭീഷണി, എന്നിട്ട് BTയിൽ കയറിയില്ലെങ്കിൽ നോട്ടീസ് കൊടുക്കുക. ഈ വക കാര്യങ്ങൾ ഉള്ളതാണ്. അതിനെ നമ്മൾ മുറച്ചു വെച്ചിട്ട് കാര്യമില്ല. കുറച്ച് സമയം കൊടുത്തുകൊണ്ട് എന്താ കുഴപ്പം, അവിടെയാണ് പറഞ്ഞത്. പ്രധാനപ്പെട്ട വിഷയമാണ്. കുറച്ച് സമയം കൊടുത്തതുകൊണ്ട് ഇതിനകത്ത് എന്താണ്, ഇത് അടിയന്തരമായി നാളെ നടപ്പാക്കി വേറെ എന്തെങ്കിലും അടിയന്തര അത്യാവശ്യമുള്ള ഒന്നൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ആ സമയം കൊടുക്കേണ്ടത് തന്നെ. ശ്രീ ഭാസ്കരനാണ് ചെറുവത്തൂരിൽ നിന്നാണ്. ശ്രീ ഭാസ്കരൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? സാറ്, എനിക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ. ഈ ആത്മഹത്യ അവരുടെ കുടുംബത്തോട് ആദരഞ്ജലി അർപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, കേരളത്തിൽ ഒരുപാട് ആത്മഹത്യ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. കേരള പോലീസിൽ തന്നെ ഒരുപാട് ആൾക്കാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ജോലി സമ്മർദ്ദം മൂലം പല ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ത്രിപുരയിലെ ഒരു മന്ത്രി തന്നെ തീ കൊടുത്ത് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പേ. അതുകൊണ്ട് രാജ്യത്ത് നിയമം നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ അല്ല ഗവൺമെന്റ് ചെയ്തിട്ടുണ്ടോ, നിയമത്തിന്റെ വഴിക്ക് പോയിക്കോട്ടെ. അതുകൊണ്ട് ഒരു സമ്മർദ്ദം കൊണ്ട് മാത്രമാണ് അയാൾക്ക് മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ഒന്നും അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് രാജ്യത്ത് നടക്കുന്ന നിയമം നടന്നുകൊണ്ടിരിക്കട്ടെ, അല്ലാതെ അയാൾ ആത്മഹത്യ ചെയ്തുകൊണ്ട് ഈ നാട്ടിലേക്ക് നിയമം നടപ്പിലാക്കാൻ പറ്റില്ല. അങ്ങനെയാണ് പോലീസ് വകുപ്പ് വിരിച്ചുവിടുന്നത്. എത്ര ആൾക്കാർ എത്തുന്നുണ്ട്, എത്രയോ ആൾക്കാർ ദിവസം എല്ലാ ദിവസവും പത്രത്തിന് അടി എഴുതുന്നു. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. എന്തുകൊണ്ട് അത് കാണിക്കാത്തത്? അത് കാണിക്കണം. ഒരു ചാനൽ കാണിക്കണം ആത്മഹത്യ ചെയ്തു. ഇപ്പൊ ആത്മഹത്യ ചെയ്തത് വലിയ കുറ്റകരമാണ്. അതുകൊണ്ട് ഒരു നിയമം തന്നെ ഇവിടെ വേണ്ട എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല സാർ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ആത്മഹത്യയും അങ്ങനെ ഒരു നിയമം നടപ്പാക്കണം എന്നുള്ള ചർച്ചയും വേറെ തന്നെ നടക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ശ്രീ ചന്ദ്രനാണ് പാലക്കാട് നിന്ന്. ശ്രീ ചന്ദ്രൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഗുഡ് ഈവനിങ് കിരൺ. ഗുഡ് ഈവനിങ്. എനിക്ക് തോന്നുന്നു സാറേ, ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു രീതിയല്ല ഇവിടെ നടപ്പിലാക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്റെ ഒരു അനുഭവം ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം ഒരു 7 മണിയാകും ഞാൻ വൈകുന്നേരം ഒരു നടക്കാൻ പോകുന്ന പതിവുണ്ട്. അങ്ങനെ പോയപ്പോൾ റോഡിൽ ഒരാള് കുറെ കടലാസുമായിട്ട് അങ്ങനെ നിൽക്കുന്നു. അപ്പൊ എനിക്കൊരു സംശയം തോന്നി. കാരണം ഇത് വരുന്നതാണല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ഈ പേപ്പർ കിട്ടിയിട്ടില്ല, വീട്ടിൽ വന്നിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്കൊരു താല്പര്യം കൊണ്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഇന്ന ആളെ അറിയുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ അത് എനിക്ക് അറിയുന്ന പേരല്ല, ഇവിടെ അടുത്തൊന്നുമുള്ളതല്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഈ വോട്ടർ ഫോം കൊടുക്കാനാണോ എന്ന് SIR ഫോം കൊടുക്കാനാണോ ചോദിച്ചപ്പോ അതേ സാർ എന്ന് പറഞ്ഞു. എന്നാൽ എന്റെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഈ സ്ട്രീറ്റില് ഞാൻ എന്റെ പേര് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇല്ലല്ലോ പറഞ്ഞു. വൈഫിന്റെ പേര് പറഞ്ഞു കൊടുത്തു, മോളുടെ പേര് പറഞ്ഞു കൊടുത്തു. അയ്യോ സാറേ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് വലിയൊരു സന്തോഷം മുഖത്ത്. അപ്പൊ മോളുടെ പേപ്പർ അതിനകത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ആ പേപ്പർ എന്നെ ഏൽപ്പിച്ചു. എന്നാൽ ഞാൻ എന്റെയും എന്റെ വൈഫിന്റെയും പേര് പറഞ്ഞു കൊടുത്തപ്പോ പാവം അദ്ദേഹം തപ്പിയിട്ട് പറഞ്ഞു സാറേ ഇനി അത് അടുത്തൊരു പ്രിന്റ് ലോട്ടേ കിട്ടുള്ളൂ, അത് എന്നാണ് കിട്ടുക എന്നറിയില്ല, അത് കിട്ടുമ്പോ ഞാൻ വരാം സാറേ, എനിക്ക് എന്തായാലും സാറിന്റെ പേര് പറഞ്ഞു തന്നു സന്തോഷമായി എന്ന് പറഞ്ഞു. അപ്പൊ ഇതിനൊരു സിസ്റ്റമാറ്റിക് ഫെയിലിയർ ഉണ്ട്. വളരെ ഒരു എന്താണ് പറയേണ്ടത്, നടപ്പിലാക്കണം എന്നുള്ള ഉദ്ദേശത്തിലല്ല, വളരെ വേഗം ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ എന്താണ് ഉദ്ദേശം എന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ഇലക്ഷൻ വരുന്നതിന് തൊട്ട് മുമ്പല്ല, എത്രയോ കാലം കഴിഞ്ഞു, കഴിഞ്ഞ തെരഞ്ഞെടുപ്പും കഴിഞ്ഞിട്ട് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. മാസങ്ങളെടുത്ത് ശുദ്ധീകരിക്കുക എന്ന പ്രക്രിയയാണെങ്കിൽ അവർക്ക് നേരത്തെ ചെയ്യാമായിരുന്നു. ഇങ്ങനെ ഒരു ടൈം കൊടുത്ത് 15 ദിവസത്തിൻ്റെ ഉള്ളിൽ തോക്കിൻ മുനയിൽ നിർത്തി പണിയെടുപ്പിക്കുന്ന ഒരു പണിയല്ല ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ഇലക്ഷൻ കമ്മീഷന്റെ. പെട്ടെന്ന് ഈ ഒരു 15 ദിവസം കൊണ്ട് ഇത് ശുദ്ധീകരിച്ചുകൊണ്ട് ഇവിടെ എന്തോ വലിയ സംഭവം നടക്കുന്നു. ചോദ്യം പ്രസക്തമായ ചോദ്യം തന്നെയാണ്. ഇത് ഇത്ര വേഗത്തിൽ ഉടൻ തന്നെ പൂർത്തിയാക്കേണ്ട ഒന്നൊന്നുമല്ലല്ലോ, പിന്നെന്തിനാണ് ഇങ്ങനെ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് പലപ്പോഴും ആളുകൾ ഉന്നയിക്കുന്നത്. ശ്രീ അജയകുമാറാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും. ശ്രീ അജയകുമാർ, താങ്കൾക്ക് ജീവിതാനുഭവമൊക്കെ ഒരുപാടുള്ള ഒരാളാണല്ലോ.
അപ്പോൾ ഈ ജോലിയിൽ ഉള്ള സമ്മർദ്ദം അത് അത്രത്തോളം വലിയ സമ്മർദ്ദമാണ് BLOമാർ നേരിടുന്നതെന്നാണ് അവർ അവകാശപ്പെടുന്നത്. മറ്റ് പല ആളുകളും ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ആത്മഹത്യയായിട്ട് ബന്ധപ്പെട്ടല്ല, അത് അത്ര വലിയ സമ്മർദ്ദമായി കണക്കാക്കേണ്ടതില്ല, ഇതിലും സമ്മർദ്ദമുള്ള ജോലികൾ നിരന്തരം ചെയ്യുന്ന ആളുകളുണ്ട് എന്നൊക്കെ പറയുന്നു. എന്താണ് താങ്കൾക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത്? കിരൺ, ഈ ജോലിയിലുള്ള സമ്മർദ്ദം അല്ലെങ്കിൽ ജോലിയിലുള്ള ഭാരം കൂടുതൽ കൊണ്ട് ആത്മഹത്യ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനോടൊന്നും ഒരു അഭിപ്രായവും പറയാനില്ല. കാരണം ഒരു വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസം വരും. ഞാൻ ചെയ്യുന്ന എന്റെ മനോഭാവമല്ല താങ്കൾക്കുള്ളത്, താങ്കളുടെ അല്ല മറ്റൊരാൾക്കുള്ളത്. ജോലി ചെയ്യുന്ന 8 മണിക്കൂർ ജോലി ചെയ്യുക അല്ലെങ്കിൽ 10 മണിക്കൂർ ജോലി ചെയ്യുക. ഞാനൊക്കെ 20 മണിക്കൂറൊക്കെ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. എന്റെ ചെറുപ്പകാലത്ത് ചില സമയങ്ങളിൽ ജോലി ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ പല ദിവസങ്ങളിലും അടുപ്പിച്ച് ജോലി ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പൊ എന്റെ മക്കൾ അങ്ങനെ ജോലി ചെയ്യുന്നുണ്ട്. അവൾ വിദേശത്താണ്. അവളുടെ ഡ്യൂട്ടിയായിട്ട് ബന്ധപ്പെട്ട് 3 ദിവസമൊക്കെ അടുപ്പിച്ച് ഡേ നൈറ്റ് ഡ്യൂട്ടി വരും. ഡേ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞാൽ അവൾ വീട്ടിലെത്തുമ്പോഴത്തെ മകള് വീട്ടിലെത്തുമ്പോൾ യാത്രയും കഴിഞ്ഞ് വീട്ടിൽ എത്തുമ്പോൾ 5-6 മണിക്കൂർ ഉറങ്ങാൻ സമയം കിട്ടത്തുള്ളൂ. പിന്നെ യാത്ര ചെയ്യണം അങ്ങോട്ട്. പിടികിട്ടില്ല, ഡോക്ടറാണ്. അപ്പം അവർക്കത് വലിച്ചെറിയിച്ച് പോരാൻ പറ്റത്തില്ല. അത് ഇന്നുമില്ല, എല്ലാ മാസവും ഇല്ല, പല ദിവസങ്ങളിൽ പല സിറ്റുവേഷൻ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ പോലീസുകാരുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. അവര് എത്രയോ പേര് ഇത് പലപ്പോഴായിട്ട് ആത്മഹത്യ ചെയ്തു. ജോലിയുടെ പ്രഷർ കൊണ്ട് 10, 18, 20 മണിക്കൂർ ജോലി ചെയ്യുന്നു, ഉറങ്ങാൻ കിട്ടുന്നില്ല. പിന്നെ വെളിയിലോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരുടെ കല്ല്, അതായത് പല സമരമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്തെല്ലാം സഹിച്ചിട്ടാണ് അവർ ജോലി ചെയ്യുന്നത്. അവരങ്ങോട്ട് ആത്മഹത്യ ചെയ്യാൻ തുടങ്ങി ഇവിടെ പോലീസുകാർ കാണും. ഞാൻ ഡിഫൻസിലേക്ക് പോകുന്നില്ല, അവരുടെ ജോലി ഭാരത്തെ കുറിച്ച് പോകുന്നില്ല. അപ്പൊ ജോലിയുടെ പേരിലാണ് എന്താണ് മാനസികമായിട്ട് ധൈര്യമില്ലാത്ത മനുഷ്യൻ ആത്മഹത്യ ചെയ്തെങ്കിൽ അത് അദ്ദേഹത്തിന്റെ, എനിക്ക് അതിനോടൊന്നും പറയാനില്ല. മരിച്ച ഒരാളെ പറ്റി നമ്മളിനി പറയുന്നത് ശരിയല്ല. പിന്നെ 950,000 ആൾക്കാരെയാണ് വിസിറ്റ് ചെയ്യേണ്ടത്. ഒരു 2 പേര് 3 പേര് വെച്ചൊരു ഫാമിലി വെച്ച് 250-300 വീടാണ് വിസിറ്റ് ചെയ്യേണ്ടത്. 2 ദിവസം കൊണ്ട് തീരാവുന്ന കാര്യമേ ഉള്ളത്. ഞാൻ ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷനിലായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന അല്ല, ഞാൻ പറയട്ടെ, ഞാൻ 140 വീടുണ്ട് ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷനിൽ. ഞങ്ങൾ ഒരു ദിവസം രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു വർഷം 3-4 പ്രാവശ്യം ഞങ്ങൾ വിസിറ്റ് ചെയ്യും പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. 5-10 മിനിറ്റ് ഡിപ്പെൻഡ് ഓൺ ഞങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതനുസരിച്ച് പലയിടത്തും അങ്ങനെ താങ്കൾ ഒട്ടുമില്ലെന്നല്ല പറയുന്നത്, അങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല ഇത്. പല സ്ഥലവും റെസിഡൻസ് അസോസിയേഷനിലെ ആളുകളൊക്കെ നിശ്ചിത ദൂരത്തിൽ താമസിക്കുന്നവരായിരിക്കും. ഇത് അഡ്രസ്സ് കണ്ടെത്താൻ തന്നെയുള്ള പ്രയാസം, അത് നേരത്തെ അതിലൊക്കെ പങ്കെടുത്ത ആളുകളൊക്കെ നമ്മളെ ഇടപെട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് അത്ര എളുപ്പത്തിൽ അല്ല, താങ്കൾ പറയുന്ന പോലെ അത്ര സമ്മർദ്ദം ഇല്ല എന്ന് സമ്മതിച്ചാൽ പോലും അത്ര എളുപ്പത്തിൽ തീർക്കാവുന്ന ഒരു ജോലിയല്ല അത്. കിരണേ, എന്റെ ബൂത്തിൽ നിൽക്കുന്നതിൽ ഒട്ടുമുക്കാലും ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ താമസിക്കുന്നതാണ്. ഈ ബൂത്ത് എന്ന് പറയുമ്പോഴാണ് ഇവിടെ കുറച്ചും പിന്നെ തിരുവല്ലായി കുറച്ചും അതിനപ്പുറത്തോട്ടല്ലല്ലോ. വിത്തിനായ ഏരിയയിൽ തന്നെ അടുത്തടുത്ത വീടുകളാണ്. അങ്ങനെ എല്ലായിടത്തും പറയാൻ കഴിയില്ല ശ്രീ അജയ്കുമാർ. അത് ഓരോ സ്ഥലത്തെ പ്രത്യേകത അനുസരിച്ച് അവിടെ ആളുകൾ അറിയണം. താങ്കൾക്ക് എല്ലാ വീടുകളും ആരാണെന്ന് അറിയാം. താങ്കൾ അങ്ങനെ അസോസിയേഷനിലെ വർക്ക് ചെയ്യുന്ന ആളുണ്ട്. വരുന്ന ഉദ്യോഗസ്ഥർക്ക് അത് അറിയണം എന്നില്ല. എന്തായാലും ശ്രീ ദീപാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ദീപ്, പൊതുവെ BLOമാർക്ക് ഇങ്ങനെ SIRന്റെ പേരിൽ അവർ അനുഭവിക്കേണ്ടി വരുന്നത് കടുത്ത മാനസിക സമ്മർദ്ദമാണ് എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. എന്നാൽ അതൊക്കെ ജോലിയുടെ ഭാഗമായി നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഇതിലും കടുത്ത സമ്മർദ്ദത്തിലൂടെയാണ് മറ്റു പല മനുഷ്യരും കടന്നു പോകുന്നതെന്ന് പറയുന്ന ആളുകളുമൊക്കെ ഉണ്ട്. താങ്കൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? അദ്ദേഹം ഈ മരണപ്പെട്ട ആത്മഹത്യ ചെയ്ത മനുഷ്യൻ, അദ്ദേഹത്തിന് ഒരു ജോലി ഉണ്ടായിരുന്നു. ആ ജോലിയിൽ അദ്ദേഹത്തിന് സമ്മർദ്ദം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആത്മഹത്യ ചെയ്തില്ലല്ലോ. എന്തുകൊണ്ടാണ് ഇപ്പൊ ആത്മഹത്യ ചെയ്യുന്നത്? അതിനൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അതിന് ഓരോ പേഴ്സൺ ടു പേഴ്സൺ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള സ്വഭാവമായിരിക്കും. അല്ലെങ്കിൽ അതിനെ ഏറ്റെടുക്കുന്നതിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരണം ചെയ്യുന്നതിനെ വെച്ചിട്ട്. അല്ലാതെ പോലീസുകാർക്കും പട്ടാളക്കാരും പോലീസുകാരും ആത്മഹത്യ ചെയ്യാതെ തന്നെ ജീവശവമായിട്ട് ജീവിക്കുന്ന എത്ര പേരുണ്ട് പുറത്ത് പറയാനാകാതെ കുടുംബത്തെ മാത്രം ആലോചിച്ചിട്ട്. അപ്പൊ അജയ്കുമാർ ആദ്യം അതൊക്കെ ഒന്ന് മനസ്സിലാക്കാതെ. പിന്നെ ഈ ഒരു വിഷയത്തിൽ ഇപ്പം എന്റെ വീട്ടിൽ തന്നെ എന്റെ തറവാട്ടിലാണ് എനിക്ക് വോട്ടുള്ളത്. ഇവിടുന്ന് 3 കിലോമീറ്റർ, ഞാൻ താമസിക്കുന്നതിൽ 3 കിലോമീറ്റർ മാറിയാണ് തറവാട്ടില്. അവിടെ ഇപ്പൊ അമ്മയാണ് താമസിക്കുന്നത്. അവിടെ അമ്മയും അവിടെ ഇല്ല. തൊട്ടടുത്ത വീട്ടിൽ അമ്മയുടെ എന്റെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ പേപ്പർ. വൈഫിന്റെയും മോളുടെയും ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇത് ഈ BLOമാർ അവിടെ വരുമ്പോൾ നമ്മളവിടെ കാണണം. നമ്മളവിടെ കണ്ടില്ല വീണ്ടും വരണം. അല്ലെങ്കിൽ എന്ത് സാഹചര്യത്തിൽ അടുത്ത വീട്ടിലെ അങ്കിള് ഞങ്ങളെ കൃത്യമായിട്ടുള്ള അറിയുന്ന ആളായതുകൊണ്ട് അയാളെ വാങ്ങിച്ച് കീറിക്കളഞ്ഞ എന്ത് ചെയ്യും? അപ്പം ഇത് കൃത്യമായി അവിടെ ആൾക്കാർ വേണ്ടേ? നോക്കൂ, നമ്മളൊരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ നടുക്കാണ് നിൽക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേക സിസ്റ്റം ഉണ്ട്. എന്താണ്? രാഷ്ട്രീയക്കാരായാലും അവർ നമ്മുടെ വീട്ടുകാരെ പോലെയാണ്. BJP ആയാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ആരാണെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യം വന്നാൽ അവര് പല രീതിയിലും ഒറ്റയ്ക്കാണെങ്കിലും വേറിട്ടായാലും ഇതുപോലുള്ള നിങ്ങളുടെ അവിടെ വന്നോ എന്താണ് കാര്യങ്ങൾ, അവർക്ക് അതിൻ്റെതായിട്ടുള്ള ടൈമുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അവരാണ് അന്വേഷിച്ച് കണ്ടെത്തി നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്തു തരുന്നതില്ലേ. അപ്പൊ അവരെ പോലും അവർ ഈ പ്രദേശത്ത് വന്ന് നിങ്ങൾക്ക്
കിട്ടിയോ, നിങ്ങൾക്ക് കിട്ടാതിരുന്ന എന്തുകൊണ്ട്, എന്താണ് അതിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് മറ്റവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ അവിടെ ആളില്ല ഈളില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം തീർന്നു. പക്ഷെ ഈ പറയുന്ന ആൾക്കാരാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇതുള്ളത്, നേരത്തെ BLA-മാരെന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ അവർക്ക് കൂടി സാഹചര്യം ഒരുക്കുന്ന ഒരു സംവിധാനം ഒരുക്കണ്ടേ? നമ്മൾ എന്തിനാണ് ഇങ്ങനെ ധൃതി വെക്കുന്നത്? നമുക്ക് ഈ ഇലക്ഷൻ 11-ാം തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു 2 ആഴ്ചയോ 3 ആഴ്ചയോ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ. അപ്പൊ എന്തോ കൂടുതൽ ഇവർക്ക് ഉണ്ട് എന്നുള്ളതല്ലേ ഇതിനകത്ത്. ഇത്ര കടും പിടിച്ച് ചെയ്യാൻ എന്താണ് ഇരിക്കുന്നത്? ഇവിടെ ആൾക്കാർക്ക് അല്പം വേഗത്തിൽ പറയണം, നമ്മുടെ സമയം അവസാനിക്കാൻ പോവുകയാണ്. താങ്കളുടെ അഭിപ്രായം പറയാം. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഒന്നാമത് ഈ വേർപാണ്ട് ദുഃഖം അനുഭവിക്കുന്നവർക്ക് എന്റെ വേദന ഞാൻ പങ്കുവെക്കുന്നു, അവരുടെ വേദനയും ഞാൻ പങ്കുചേരുന്നു. കാരണം ആ വിടവ് നികത്താൻ ആർക്കും സാധ്യമല്ല. ഒന്നത്. രണ്ടാമത് സമ്മർദ്ദം കൂടുതലുണ്ടെന്നുള്ള യാതൊരു സംശയമില്ല. കാരണം ഈ ഫോമൊക്കെ എത്തിക്കുക, എന്നിട്ട് അത് വീണ്ടും പോയി തിരികെ വാങ്ങുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അത് അവര് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഒരു വിധത്തില് ക്കാർക്ക് വലിയ പ്രയാസമാണ്. ഞാൻ ആ ഫോം കണ്ടിട്ട് അവിടെ മാറ്റിവെച്ചിരിക്കുക. സുപ്രീം കോടതി ജഡ്ജ്മെന്റ് വരുമല്ലോ, അന്നേരം ചെയ്യാന്ന് വിചാരിച്ച് മാറ്റിവെച്ചിരിക്കുക. കാരണം അത് വലിയ സാധാരണക്കാർക്ക് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. എന്തിന് ഇപ്പൊ ഇത്രയും തിരക്ക് എന്തിനാണിത്? എന്റെ ചോദ്യം അതാ. സാവകാശം ചെയ്താൽ പോരെ, എന്താ ഇത്ര വലിയ തിരക്ക്? ധൃതി എന്തിനാണ്? BLO-കാര് ബുദ്ധിമുട്ടിക്കുന്ന, സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന അതിന്റെ ആവശ്യമുണ്ടോ? സാവധാനത്തിൽ ചെയ്യാന്ന് വിചാരിച്ച് ഞാൻ മാറ്റി വെച്ചിരിക്കുക. കാരണം അത്ര പ്രയാസം ഉണ്ടോ ഫോം ഫില്ലപ്പ് ചെയ്യാൻ? 2002 പോകണം. അതൊക്കെ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് സുപ്രീം കോടതി കേസ് ഉണ്ടല്ലോ, വരട്ടെ, ജഡ്ജ്മെന്റ് വരട്ടെ, അതുവരെ കാത്തിരിക്കുക. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയുള്ള കടുത്ത ജോലി സമ്മർദ്ദം ഇതിലുണ്ട്, അത് ഒരു ആൾക്ക് താങ്ങുന്നതിലും അധികമാണ് എന്ന് അഭിപ്രായപ്പെട്ടവരും അങ്ങനെയല്ല, ഇതിലും കടുത്ത ജോലി സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നവരാണ് മറ്റ് മനുഷ്യരിൽ പലരും. അതുകൊണ്ട് ഇതിനെയൊന്നും ഒരു സർക്കാർ ഉദ്യോഗസ്ഥർ ഇതിനെയൊന്നും ഒരു ജോലി സമ്മർദ്ദമായി കാണേണ്ടതില്ല എന്ന് പറഞ്ഞവരും, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇതൊക്കെ അനുഭവിക്കണം എന്ന് പറഞ്ഞ ആളുകളും ഒക്കെ ഉണ്ട്. അതിന് അവരുടേതായ കാരണങ്ങളുണ്ട്. അവർ ജീവിതത്തിൽ സർക്കാർ ഓഫീസുകൾ ചെല്ലുമ്പോൾ അവർ നേരിടേണ്ടി വന്നിട്ടുള്ള അവരുടെ തിക്താനുഭവങ്ങളൊക്കെ ആവും ഇതിന് കാരണം. പക്ഷെ അത് അനുഭവിപ്പിച്ച ആളാവണമെന്നില്ലല്ലോ ഇപ്പോൾ വരുന്നത്. അങ്ങനെയൊക്കെ സാധാരണ മനുഷ്യർ അങ്ങനെ അവർക്കെതിരുള്ള ആളുകൾക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ദുഃഖം വരുമ്പോൾ അങ്ങനെയൊക്കെ മറുപടി പറയാറുണ്ട്. ഇതൊന്നുമല്ല, SIR ഇത്ര തിടുക്കപ്പെട്ട് ഒരു തെരഞ്ഞെടുപ്പിന് നടുവിലേക്ക് നിൽക്കുമ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെ പോകേണ്ട BLO-മാർക്ക് സഹായം ചെയ്യേണ്ടത് പാർട്ടികളുടെ ഏജന്റുമാരൊക്കെയാണ്. എവിടെ ചെന്നാലും പാർട്ടിക്കാരാണ്, എല്ലാ പാർട്ടിക്കാർക്കും ഏജന്റുമാരെ അയക്കാം. അവർക്കാണ് വീടുകളൊക്കെ കൃത്യമായി അറിയുന്നത്, അവരാണ് വീടുകൾ പോകുന്നത്. എല്ലാ പാർട്ടിയുടെ ഏജന്റുമാരുണ്ടെങ്കിൽ ഒരിടത്ത് കള്ളം കാണിക്കുകയുമില്ല, എല്ലാവരും തുല്യമായി കേട്ട് ബോധ്യപ്പെട്ടൊക്കെ പോവുകയും ഒക്കെ ചെയ്യും. അവരെല്ലാം തെരഞ്ഞെടുപ്പിന് നടുവിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരെണ്ണം നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്ത് എന്നുള്ള ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. എന്തായാലും സ്വാഭാവികമായും ഈ ഒരു വിഷയം കേരള രാഷ്ട്രീയത്തിലും ദേശീയ തലത്തിൽ കോടതിയിലടക്കം അത് ചർച്ചയായി തന്നെ നിൽക്കുകയാണ്. ഇത് വേണോ വേണ്ടയോ എന്നുള്ളതടക്കം. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.